പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസ പാസ്റ്റർ ബിനോയ് തോമസ് അവറുകളാണ്. തൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ചും നമ്മോടൊപ്പം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് തോമസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ് ദേവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പേര് വിനോജ് തോമസ് എന്നാണ്. സ്വദേശം തിരുവല്ലേക്കടുത്ത് ചാത്തങ്കരിയാണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ചിന്റെ പേര് റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഇന്ന് കേരളത്തിലും അതുകൂടാതെ മറ്റ് 6 സ്റ്റേറ്റുകളിലുമായിട്ട് ഏകദേശം 80ഓളം പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്കുണ്ട്. എൻ്റെ വൈഫിന്റെ പേര് ഷീബ എബ്രഹാം. മക്കൾ 3 പേരാണ്. മൂത്ത മോൾ ഇപ്പോൾ ഓൾറെഡി ഫിസിഷ്യൻ അസിസ്റ്റന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ജോലി ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകള് BSc നഴ്സിംഗ് 4th ഇയർ ആന്ധ്ര നെല്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയത് മകനാണ്. അവൻ ഇപ്പോൾ ഓൾറെഡി +2 കർത്താവിന്റെ കൃപയാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പപ്പയും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. കർത്താവിന്റെ വലിയ കൃപയാൽ കർത്താവിന്റെ വലിയ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഞങ്ങളെ കണ്ടതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കപ്പെട്ടത് ഓർത്ത് കർത്താവിന് നന്ദി പറയും. ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവദാസന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ തിരിഞ്ഞു നോക്കുവാൻ, സംസാരിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസന് സംസാരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം പ്രത്യേകിച്ച് അരോമ ടിവിയിലെ മാന്യ പ്രേക്ഷകരോടൊപ്പം കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. അരോമ മിനിസ്ട്രീസിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി തരുന്നത് കർത്താവിന്റെ ദാസനാണ്. അങ്ങനെ കർത്താവിന്റെ ദാസൻ എന്നെ വിളിക്കുവാനും ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ഈ സമയം ചെലവഴിക്കുവാൻ കർത്താവ് ഒരു സാവകാശം എനിക്ക് ഒരുക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ അരോമ മിനിസ്ട്രീസിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നതമായ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും വചനങ്ങളൊക്കെ അനേകർക്ക് പ്രയോജനപ്പെടത്തക്ക തലത്തിൽ അരോമ മിനിസ്ട്രീസിലൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവം ഓരോരുത്തരെയും ഓരോ കാലഘട്ടങ്ങളിൽ കർത്താവ് നിയോഗിക്കുന്ന വലിയ നിയോഗങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയുക. ഇന്ന് പകലിൽ വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വിശേഷാൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഇങ്ങനെ കർത്താവ് സാവകാശം തന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ, ഞാൻ കടന്നുപോയ വഴികൾ, കർത്താവിന്റെ വേലയിലേക്ക് ഞാൻ കടന്നു വരുന്ന അനുഭവങ്ങളൊക്കെ വളരെ അനേകർക്ക് അത് അനുഗ്രഹമാകുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങളിലാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ കർത്താവ് ഒരുക്കിയെടുക്കുന്നത്. എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കർത്താവിലേക്ക് വരുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എൻ്റെ 18-19 വരെയുള്ള വയസ്സ് വരെയും സൺഡേ സ്കൂളിൽ മാർത്തോമ സൺഡേ സ്കൂളിൽ നന്നായിട്ട് വചനം പഠിക്കുവാൻ കർത്താവിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒടുവിലായിട്ടുള്ള മാർത്തോമ സൺഡേ സ്കൂളിന്റെ അവസാന ഒരു ക്ലാസ്സാണ് യുവവകുപ്പ് എന്ന് പറയും. അതിനകത്ത് പഠിപ്പിക്കുന്ന ചില ഉപദേശപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ശിശുസ്നാനം എന്ന ടോപ്പിക്കാണ്. എന്നെ പഠിപ്പിക്കുന്ന ഒരു അപ്പച്ചനാണ്. ആ അപ്പച്ചൻ പഠിപ്പിക്കുന്ന സമയത്ത് എന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മോനെ നമുക്ക് ഇത് ശരിക്കും ഈ പുസ്തകം പഠിക്കണം, പഠിച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത് വേർപെട്ട് അവർക്കെതിരെ നമുക്ക് സംസാരിക്കണം എന്നൊക്കെ രീതിയിൽ
ഒക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ ആ സമയങ്ങളിലൊക്കെ അവൻ എന്നെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലെ പുസ്തകവും അതുപോലെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു അപ്പോസ്തലപ്രവൃത്തി നീ പോയി വായിക്കണം. അങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 2-3 മാസം ഒക്കെ ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ദിവസം ഒരു ശനിയാഴ്ച രാത്രിയിൽ ഞാൻ സൺഡേ സ്കൂളിന് അടുത്ത ദിവസം പോകേണ്ടതിനുള്ള പ്രിപ്പറേഷന് വേണ്ടി ഞാൻ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിന്റെ ശബ്ദം ഓടി വിളി കേൾക്കുകയാണ്, നീ എന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 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 ഡിവൈൻ ഇന്റർവെൻഷൻ എന്റെ ലൈഫിൽ ഉണ്ടാകുന്നത്, കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പെട്ടെന്ന് ബൈബിളൊക്കെ മടക്കി, പെട്ടെന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു, പെട്ടെന്ന് പ്രാർത്ഥിച്ച് 91 സങ്കീർത്തനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പേടിച്ചിട്ട് ഞാൻ വേഗത്തിൽ കയറി കിടന്നുറങ്ങി. പക്ഷെ കട്ടിലിൽ കിടന്നെങ്കിലും, ഞാൻ ഉറങ്ങാൻ കിടന്നെങ്കിലും എനിക്ക് എന്താ പറയുന്നത്, ഉറക്കം വരുന്നില്ല. ഞാനിങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. ആകെപ്പാട് മനസ്സിനകത്ത് ഒരു അസ്വസ്ഥത പോലെ. അവസാനം ഒട്ടും ഉറങ്ങാൻ കഴിയാതെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രി ഒരു 10:30-11 മണിയൊക്കെ കഴിഞ്ഞ് കാണും. ആ സമയത്ത് ഞാൻ കട്ടിലേൽ എണ്ണിച്ചിരുന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് നീയാണ് എന്നോട് സംസാരിച്ചതെങ്കിൽ ഞാൻ നാളെ രാവിലെ സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ കാര്യങ്ങൾ പറയും, ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോവുക എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ രാത്രി കിടന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണ്ണിച്ചു, സൺഡേ സ്കൂളിലേക്ക് ചെന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞ സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന പ്രിയ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോയി. അപ്പോഴേക്കും എന്നെ അതുവരെ ശിശുവകുപ്പ് തൊട്ട് പഠിപ്പിച്ച എല്ലാ അധ്യാപകരും എൻ്റെ അടുത്ത് വന്നു. അവരെല്ലാവരും എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പല രീതിയിൽ അവരെന്നോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്റെ അന്തരാത്മാവിൽ ഞാൻ കഴിഞ്ഞ രാത്രി കേട്ട ദൈവശബ്ദം എന്റെ അകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരെന്തെല്ലാം പറഞ്ഞിട്ടും എനിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അന്ന് ഞാൻ ആ സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു, പള്ളിയിലേക്ക് പോയി. അതിനുശേഷം എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ആയിരുന്നു, എങ്ങനെ ഇനി ഇത് പപ്പായോടൊന്ന് അവതരിപ്പിക്കും, വീട്ടിലൊന്ന് അവതരിപ്പിക്കും. കാരണം എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയായി. അന്ന് വൈകുന്നേരത്ത്, ആ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങള് വൈകുന്നേരത്ത് ചായ കുടിക്കാനിരിക്കുന്ന സമയത്ത് അമ്മ ഇച്ചിരി മാങ്ങ പുള്ളി കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ പപ്പായോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ ഞാനൊരു കാര്യം പറയാൻ പോവാം, പപ്പ ദേഷ്യപ്പെടുന്നു ചെയ്യില്ല, ഞാൻ സ്നാനപ്പെടാൻ പോവാന്ന്. അപ്പൊ പെട്ടെന്ന് പപ്പ പ്രതികരിച്ചു, അക്കാര്യം മാത്രം ചിന്തിക്കണ്ട, നമ്മുടെ വല്യപ്പച്ചന്മാർ എവിടെയാണോ അടക്കിയിരിക്കുന്നത് അവിടെ പോയാൽ മതി, ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞ് വെറുതെ സമാധാനം കെടുക്കണ്ട, അതാ ഇതെന്നൊക്കെ പറഞ്ഞ് പപ്പ അതങ്ങ് ഉഴപ്പി. പക്ഷെ ഞാന് എന്റെ ഹൃദയം കൊണ്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, നീയാണ് എന്നോട് സംസാരിച്ചതെങ്കിൽ കർത്താവെ, എന്റെ പപ്പായോടും അമ്മയോടും കർത്താവെ നീ സംസാരിക്കണം. ഞാൻ എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞു. ഒരു ദിവസം ഇതുപോലെ വൈകിട്ട് ഫുഡിനൊക്കെ ഇരിക്കുന്ന സമയത്ത് പപ്പ ഇങ്ങോട്ട് പറയുകയാണ്, മോനെ, എടാ നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കൊന്ന് തോന്നുക, നമുക്കങ്ങ് സ്നാനപ്പെട്ടാലോ എന്ന്. ഓക്കെ, ചുരുക്കി പറയട്ടെ, അങ്ങനെ 1993 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഞങ്ങളുടെ സ്വന്തം ദേശത്ത് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, സ്നാനമേൽക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ദേശത്ത് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും അതിന് എതിരായി, വിഷയങ്ങളായി, പള്ളിയിൽ ഞങ്ങളെ മുടക്കി, ഭയങ്കര പ്രശ്നങ്ങളായി. അതിനുശേഷം കർത്താവിന്റെ വലിയ കൃപ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഒരു അവസരം കർത്താവ് ഒരുക്കി. അങ്ങനെ 99 ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ ഞാൻ സ്നാനമേറ്റു. അതിനുശേഷം ഉടൻ തന്നെ 93-ൽ ഞാൻ വേഗത്തിൽ തന്നെ മുംബൈയിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നുപോയി. ഏകദേശം 5 വർഷത്തോളം ഞാൻ മുംബൈയിൽ ജോലിയുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. 97-ല് സൗദി അറേബ്യയിലേക്ക് പോകുവാൻ കർത്താവ് ഒരു അവസരം എനിക്ക് ഒരുക്കി. അങ്ങനെ ഒരു സിവിൽ ഫോർമാനായിട്ട് ഞാൻ സൗദിയിലേക്ക് ജോലിക്ക് പോയി. സൗദിയിലെ തൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വലിയ കൃപയാൽ ജോലിക്ക് കടക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ നല്ലൊരു ജോലി കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ തന്നെ ഇതിനിടയിൽ പല പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ 95-ൽ എന്റെ സിസ്റ്ററിന് പോകാൻ കഴിയുന്നു. 96-ൽ എന്റെ ബ്രദറിന്റെ വിവാഹം. 99-ലാണ് എന്റെ വിവാഹം നടക്കുന്നത്. അപ്പൊ 95-ൽ എന്റെ സിസ്റ്റർ പോകാൻ കഴിഞ്ഞു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായി. അദ്ദേഹമെല്ലാം ഭയങ്കര നീരായി. മുംബൈയിലാണ് അദ്ദേഹത്തിന് ജോലി. എന്നെ പോലെ ഒരു സിവിൽ ഫോർമാനായിട്ട് അദ്ദേഹത്തിന് ജോലിയായിരുന്നു. അങ്ങനെ അദ്ദേഹം, ഞങ്ങൾ വേഗത്തിൽ മുംബൈയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അതിനുശേഷം അവിടെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്ററിന്റെ വിവാഹം 95-ൽ നടന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ അളിയന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നു. അദ്ദേഹം മുഴുവൻ നീരായി, ശരീരം മുഴുവൻ ചോര പോലെ ചുമന്ന് ഭയങ്കര ചൊറിച്ചിലായി. മുംബൈയിൽ വലിയൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. ഏകദേശം ഒരു 1-2 ആഴ്ചയോളം അവിടെ കിടന്നിട്ട് ഡോക്ടേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ ഒരു 2 ആഴ്ച ഓൾമോസ്റ്റ് ആകാറായ സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നു, ലിവറിന്റെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് 70% ഡാമേജ് ആയിരിക്കുകയാണ്, 30% ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് സാധ്യത ഞങ്ങൾ കാണുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോ, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങളെ കൈവിട്ടു. അവസാനം വേഗത്തിൽ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കൊണ്ടുവന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, കർത്താവിന്റെ വലിയ കൃപയാൽ കർത്താവ് ഒരു ഭയങ്കര മിറക്കിൾ അയച്ചു. അങ്ങനെ ആ അളിയനെ കർത്താവ് ഒരു വലിയ വിടുതൽ കർത്താവ് അയച്ചു. അത് 95-ലാണ്. അതിനുശേഷം 96-ൽ എന്റെ ബ്രദർ, അദ്ദേഹം സൗദി അറേബ്യയിൽ നജറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയായി, പിന്നെ ബിസിനസ്സായി. കർത്താവിന്റെ വലിയ കൃപയാൽ വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 96-ൽ അദ്ദേഹം നാട്ടിലേക്ക് വന്നു. വിവാഹം കഴിഞ്ഞു. ഒരു 3 മാസമായി കാണും, ഏകദേശം ഒരു 3 മാസമായി കാണും. അദ്ദേഹം തിരിച്ച് അവിടേക്ക് സൗദി അറേബ്യയിലേക്ക് ചെല്ലുമ്പോൾ തനിക്കുണ്ടായിരുന്ന ബിസിനസ് എല്ലാം മറ്റൊരാള് ഒരു രീതികളിൽ അത് ഹൈജാക്ക് ചെയ്ത്, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദേശം 28 ലക്ഷം രൂപ 96-ൽ ഞങ്ങളുടെ വീട്ടിൽ കടം കയറുക. 96-ൽ ഏകദേശം 28 ലക്ഷം രൂപ വീട്ടിൽ കടം കയറുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിധത്തിലും ഞങ്ങളുടെ സിറ്റുവേഷൻ ഓരോ ദിവസവും അവൻ തകരുവാൻ തുടങ്ങി. അവൻ സാധ്യതകൾ എല്ലാ വിധത്തിലും മങ്ങാൻ തുടങ്ങി. കടക്കാർ വീട്ടിനകത്തേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. വീട്ടിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, നല്ല വസ്തുക്കളെല്ലാം കടക്കാര് പെറുക്കിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് അല്പം വസ്തുക്കൾ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റുപിറക്കി. എന്നിട്ടും കടം തീരാതിരിക്കുന്ന സമയത്താണ് 97-ൽ എനിക്ക് കർത്താവ് ഒരു സൗദി അറേബ്യയിലേക്ക് ഒരു ജോലിക്ക് കർത്താവ് ഒരു ഓഫർ ഒരുക്കി. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുക. 2 വർഷത്തോളം അവിടെ ജോലി നോക്കി. ആ സമയത്ത് എനിക്ക് അവധി കിട്ടിയ സമയത്ത് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന സമയത്ത് ഏകദേശം കടമൊക്കെ ഒന്ന് ഒതുങ്ങി, കുറച്ച് കടം ബാക്കിയുണ്ട്. ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. കുറച്ച് ദിവസങ്ങൾക്കകത്ത് തന്നെ വിവാഹത്തിനുള്ള ആലോചനകളൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുവാൻ തുടങ്ങി. അങ്ങനെ 99 നവംബർ മാസം 8-ാം തീയതി കർത്താവിന്റെ വലിയ കൃപയാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്റെ വൈഫിന്റെ പേര് ഷിബ എന്നാണ്. പുള്ളിക്കാരി ആ സമയത്ത് കുവൈറ്റിലായിരുന്നു ജോലി. അവിടെ ഒരു ക്ലിനിക്കിലെ ജോലിയായിരുന്നു. എനിക്ക് സൗദി അറേബ്യയിൽ തായിഫിലുമായിരുന്നു ജോലി. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ 2-ാമത്തെ ദിവസം എന്റെ വൈഫിനോട് ചോദിക്കുന്നുണ്ട്, കൊച്ചുമോൻചായ കർത്താവിന്റെ വേല ചെയ്യുന്നത് ഇഷ്ടമാണോ? അപ്പൊ ഞാൻ ശിവയോട് പറഞ്ഞു, ശിവ എനിക്ക് ഇഷ്ടക്കേടില്ല, പക്ഷെ അത് ക്വാളിറ്റി എനിക്കില്ല. അതൊക്കെ വിശുദ്ധന്മാര് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ചോദിച്ച ചോദ്യത്തിന് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ വിശുദ്ധന്മാർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലല്ലോ എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പം ഞാൻ ശിവയോട് തിരിച്ചു ചോദിച്ചു, ശിവ നീ എന്നെ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ശിവയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ശിവയുടെ പപ്പ ഓൾറെഡി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കുമ്പനാടിന്, ആ സമയത്ത് കുമ്പനാടിന്റെ സെക്ഷന്റെ പാസ്റ്ററാണ്. ഇപ്പോൾ എരവേരിയിൽ ഒരു ചർച്ചിന്റെ ശുശ്രൂഷകനാണ്. അപ്പൊ ഒരു പാസ്റ്ററൽ ബാക്ക്ഗ്രൗണ്ടും ഒരു ഫെയ്ത്ത് ഹോം ലൈഫ് ഒക്കെ അവർക്കുണ്ട്. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ കർത്താവിന്റെ കൃപയിലേക്ക് വന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ആ സമയത്ത്. പക്ഷെ ഞാൻ ചോദിച്ചു, ശിവ നീ എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരമ്മച്ചിയിലൂടെ, ഏവൂരുണ്ടായിരുന്ന ഒരു അമ്മച്ചിയിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നെ കുവൈറ്റിലേക്ക് അയക്കും, തിരിച്ച് നിന്റെ ഭർതൃഗ്രഹത്തിലേക്ക് കൊണ്ടുവരും, അവിടെ നിന്ന് ഞാൻ നിന്നെ കുടുംബമായിട്ട് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. അപ്പം ഞാനിത് കേട്ട സമയത്ത് എന്റെ ഹൃദയത്തിൽ, കർത്താവെ ശരിക്കും ഷീബ കിട്ടേണ്ട റൈറ്റ് ഹസ്ബൻഡിനാണോ കിട്ടിയത്? കാരണം വിളിയെക്കുറിച്ചോ മിനിസ്ട്രിയെക്കുറിച്ചോ വേലയെക്കുറിച്ചോ ഒന്നും എനിക്ക് ആ സമയത്ത് യാതൊരു അറിവും എനിക്കില്ല. അതിനുള്ളൊരു ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലെന്ന് വേണേൽ പറയാം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഒരു വിശ്വാസിയായിട്ട് പോകുന്നതിനപ്പുറത്ത് ആ വീട്ടിലെ കടങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയും വീടിനെ നിലനിർത്തുക എന്ന ചിന്തയ്ക്ക് അപ്പുറത്ത് ഒരു ചിന്ത പോലും എന്റെ അകത്തില്ല. ആ ഒരു രീതിയിലാണ് ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ശിവയോട് പറഞ്ഞു, ശിവ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു 2 വർഷം കൂടെ നമുക്ക് പോകാം. എവിടെയെങ്കിലും ഒന്ന് സൗദിയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ സെറ്റിൽ ആയിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന നന്മയ്ക്കകത്ത് നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാമല്ലോ, കർത്താവിന്റെ രാജ്യത്തിനോട് കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോകാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ തിരക്കിട്ട് വിരുന്നൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം 99 നവംബർ 8-നാണ് എന്റെ വിവാഹം നടക്കുന്നത്. 2000 ജാനുവരി 21-ന് എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റാണ്. അപ്പം ഒരു കുറച്ച് സമയമുണ്ട്. അപ്പം ഞങ്ങള് ഇങ്ങനെ പലയിടത്ത് ഇങ്ങനെ യാത്രകളും കാര്യങ്ങളും വിരുന്നുണ്ടൊക്കെ ഇങ്ങനെ നടക്കുക. അങ്ങനെ ഏകദേശം കുറച്ചേറെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം ഒരു 40 ദിവസത്തോളമായി കാണും. ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ സിസ്റ്ററെ കെട്ടിച്ചിരുന്ന പത്തനംതിട്ടയ്ക്ക് അടുത്ത് മൈലപ്രയിലാണ്. അപ്പൊ അന്ന് ഞാൻ ആ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ആ സമയത്ത് കല്യാണത്തിന് പെങ്ങളൊക്കെ വന്നിട്ട് അവർ തിരിച്ചു മുംബൈക്ക് പോയി. പിന്നെ തിരിച്ചു വീണ്ടും അവര് നാട്ടിലേക്ക് വന്ന സമയം ആയതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവർ വന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി അവിടേക്ക് പോവുക. അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. എന്റെ കാലിന്റെ വണ്ണയ്ക്കൊക്കെ ഒരു ചെറിയ വേദന പോലെ. ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങാറാകുമ്പോഴേക്ക് എന്റെ കാലിന്റെ വണ്ണ് മുതൽ ഭയങ്കര അസ്വസ്ഥകളായി, ഭയങ്കര ഒരു വേദന പോലെ.
മസിൽസുകളെല്ലാം വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു പെയിൻ, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഒടുവിൽ ഞാൻ ശിവയും കൂടെ ഞങ്ങൾ തിരിച്ച് തിരുവല്ലയിലേക്ക് വന്ന സമയത്ത് വൈഫിനോട് പറഞ്ഞൊരു കാര്യം, ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാവുംഭാഗത്തുള്ള GK ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി. ഡോക്ടറെ കയറി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, വൈറൽ ഫീവർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ തന്നു, കുറച്ച് മരുന്നൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അന്ന് വൈകിട്ട് എന്റെ മാതൃ ചർച്ച് ചാത്തങ്കരി ഷാഡോ ഫെലോഷിപ്പ് ചർച്ചാണ്. അപ്പൊ അവിടെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് ഞാനും ശിവയും പപ്പായും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റിംഗിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞു. ആ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചോണ്ട് എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. അവസാനം നമ്മുടെ കൂട്ടു സഹോദരന്മാരെല്ലാം വന്നു, എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ അവരുടെ തോളിൽ കൈയൊക്കെ ഇട്ട് ഒരു തരത്തിൽ വീട്ടിലെത്തി. അന്ന് വൈകിട്ട് അമ്മ കുറച്ച് കുഴമ്പൊക്കെ ദേഹത്ത് തേച്ചു, കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി തന്നു, കുളിച്ചപ്പോൾ ഒരു സുഖം തോന്നി. നന്നായിട്ട് ആ രാത്രി ഉറങ്ങി. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്റെ കൈ പൊക്കാൻ തൊട്ട് കൈ പൊങ്ങുന്നില്ല, കാല് പൊക്കാൻ തൊട്ട് കാല് പൊങ്ങുന്നില്ല. ആകെപ്പാടെ ഒരു അസ്വസ്ഥത. എനിക്ക് എന്റെ ശരീരത്തിനൊക്കെ വലിയ ഭാരം തോന്നിക്കുക. എന്റെ ഒരു കാലൊക്കെ ഞാൻ പൊക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും കാല് പൊങ്ങി വരുന്നില്ല. കാലിങ്ങനെ അനക്കാൻ പറ്റും, പക്ഷെ പൊക്കാൻ കഴിയുന്നില്ല. വേഗത്തിൽ വേഗത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ ഓടി വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ പാസ്റ്റർ വറീഡായി. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പപ്പായോട് പറഞ്ഞു, അച്ഛൻ ഇട്ടുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചിലരുടെ സജഷൻ അനുസരിച്ച് പായിപ്പാട് ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത്. പക്ഷെ അവിടേക്ക് ചെല്ലുമ്പോഴേക്ക് ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്ക് പോയി കാണാൻ പറ്റിയില്ല. അവിടെ നിന്ന് വേഗത്തിൽ തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് എന്നെ വേഗത്തിൽ കൊണ്ടുവന്നു. അവിടെ അവിടെ ഒരു ഡോക്ടർ ജോസഫ് ജോൺ എന്ന് പറയും, അന്നത്തെ ആ ഡോക്ടർ. അദ്ദേഹം വേഗത്തിൽ ഡയഗ്നോസ് ചെയ്തു. അദ്ദേഹം വേഗത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു സാധാരണ പനിയോ ഒരു വൈറൽ ഫീവറോ അല്ല. ലോകത്തിൽ ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും പ്രതിവിധിയില്ലാത്ത ഒരു മാരക രോഗമാണ് നിങ്ങളുടെ മകന് വന്നിരിക്കുന്നത്. രോഗത്തിന്റെ പേര് ഗില്ലിയൻ ബാരക് സിൻഡ്രോം എന്നാണ് ഡോക്ടർ പറയുക. ഗില്ലിയൻ ബാരക് സിൻഡ്രോം. ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും അതിന് പ്രതിവിധിയില്ല. ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ നെർവിന്റെ മുകളിൽ ഒരു പ്രത്യേക ഒരു കവറിംഗ് ഉണ്ട്. അതിന് മേലുണ്ടാകുന്ന ഒരു വൈറൽ അറ്റാക്ക് ആണ്. അത് നിമിത്തം മസിൽസ് പൂർണ്ണമായിട്ട് വെള്ളമായി പോവുക, നമ്മുടെ നെർവ് സിസ്റ്റം പൂർണ്ണമായിട്ട് തകരാറിലാകുക. ആ ഒരു രീതിയാണ് ഈ രോഗത്തിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അവസാനം ഡോക്ടേഴ്സ് വേഗത്തിൽ പറഞ്ഞു, ഇവിടെ ഇന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് കിട്ടുന്ന ഏതെങ്കിലും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ അവർ പറഞ്ഞു വെന്റിലേറ്റർ അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ അത് ഓൾറെഡി പേഷ്യൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് വെന്റിലേറ്റർ ഇവിടെ ഇല്ല. അവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്രയും വലിയ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞനുസരിച്ച് അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഒരു 3 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ ആളിനെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ, ഓക്സിജൻ അദ്ദേഹത്തിന് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആള് മരിച്ചു പോകാൻ സാധ്യത ഉണ്ടോ, വേഗത്തിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വേഗത്തിൽ എന്നെ ആ കാറിൽ കയറ്റി എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവുക. അപ്പം എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ഹൃദയത്തിലെ ചിന്ത, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 43 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ചിന്ത, കർത്താവേ, ഈ മാരകമായ രോഗം എന്റെ ജീവിതത്തിൽ വരത്തക്ക തലത്തിൽ ഞാൻ എന്നാ തെറ്റാ കർത്താവെ ഞാൻ ചെയ്തത്, ഞാൻ എന്നാ പാപമാ കർത്താവെ ഞാൻ ചെയ്തത്, ഈ ലോകത്തിൽ ഇന്ന് വരെ ആർക്കും ഉണ്ടാകാത്ത ഈ മാരക രോഗം എനിക്ക് വരത്തക്കോണം ഞാൻ എന്നാ തെറ്റാ കർത്താവെ ചെയ്തത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ സമയത്ത് എന്റെ ഹൃദയത്തിനകത്ത് ഉയർന്നു വരുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിൽ ആ ചോദ്യങ്ങൾ വരുന്നെങ്കിൽ അതിനൊരു വ്യക്തമായ മറുപടിയോ ഒന്നും തന്നെ ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ ദൈവത്തോട് പറയട്ടെ, എന്റെ വ്യൂവേഴ്സിനോട് പറയട്ടെ, കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് മറുപടിയുമായി എന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ നിങ്ങളോട് പറയാം, ഒരുപക്ഷെ നിങ്ങൾ ചില ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ മറുപടി നിങ്ങൾക്ക് ആ സമയത്ത് ലഭിച്ചില്ല എന്ന് തോന്നിയാലും, കർത്താവിന്റെ വചനം പറഞ്ഞ തക്ക സമയത്ത് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു വലിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ഒട്ടും പുറകോട്ട് പോകാതെ, പ്രതിസന്ധി കാണുമ്പോൾ, പ്രതികൂലം കാണുമ്പോൾ പുറകോട്ട് മാറുന്നവരായിട്ടല്ല, ധൈര്യത്തോട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ചുരുക്കം പറയട്ടെ, അങ്ങനെ വേഗത്തിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാരുടെ പരിശോധന കഴിഞ്ഞു. അപ്പോഴേക്ക് ഡോക്ടേഴ്സ് വന്നിട്ട് പപ്പാട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളുടെ മോനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ മോന് വന്നിരിക്കുന്ന രോഗത്തിന് ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും പ്രതിവിധിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ വൈറൽ അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിവിധിയില്ല. അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങളെ കൈയൊഴുകി. എന്റെ പപ്പ അവരുടെ കാല് പിടിച്ച് കരഞ്ഞെങ്കിലും അവരെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അവിടെ നിന്ന് എറണാകുളത്തുള്ള അമൃതാനന്ദമയുടെ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടേക്ക് എന്നെ വേഗത്തിൽ അവിടെ കൊണ്ടുപോയി. ഞാൻ കേട്ടിട്ടുള്ളത് കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റലാണ്. അപ്പൊ എന്റെ വിചാരം, ഞാൻ അങ്ങോട്ട് ചെന്ന ഉടനെ എന്നെ അഡ്മിറ്റ് ചെയ്യും, അവർ ട്രീറ്റ്മെന്റ് ആരംഭിക്കും, എനിക്ക് വേഗത്തിൽ സൗഖ്യം ഉണ്ടാകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെയും ചെന്നു, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി.
അവർക്ക് ഗില്ലൻ ബാരക് സിൻഡ്രോം എന്ന് മനസ്സിലായപ്പോഴേ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നോക്കിക്കോ, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പേര് കളയാമെന്നല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതും എന്നെ കൊണ്ടുചെല്ലുന്നത് ഡിസംബർ മാസം 99, ഡിസംബർ മാസം 24 ക്രിസ്മസിന്റെ തലേ രാത്രിയാണ്. ഓക്കെ, അപ്പൊ അവർ ഞങ്ങളോട് പറഞ്ഞ മറ്റൊരു എക്സ്ക്യൂസ് അതാണ്, ഞങ്ങളുടെ മെയിൻ ന്യൂറോളജിസ്റ്റ് അദ്ദേഹം ക്രിസ്മസ് ആണ് 2 ദിവസത്തേക്ക് ലീവാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്, അവിടെ നിങ്ങൾ വേറെ ഹോസ്പിറ്റൽ തപ്പിക്കോ. അവിടെ നിന്ന് എന്നെ വേഗത്തിൽ ആംബുലൻസെ കയറ്റി അടുത്ത ഹോസ്പിറ്റലായിരിക്കുന്ന മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. പ്രതീക്ഷകളെല്ലാം, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, ഹോസ്പിറ്റലെല്ലാം കയറി ഇറങ്ങുകയാണ്, ആരും എന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്. അവസാനം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ എത്തി. അപ്പോഴേക്ക് ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5 മണിയോളമായി. അപ്പോൾ ഒട്ടും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അമൃതാനന്ദമയുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കൃത്രിമ ശ്വാസമൊക്കെ തന്ന എന്നെ കൊടുക്കാണ്. അതുപോലെ ശ്വാസം മുട്ടലായി, നാക്ക് കുഴയാൻ തുടങ്ങി, വായിൽ നിന്ന് സലൈവ ഉമിനീരെല്ലാം സൈഡിൽ ഒലിച്ചുകൊണ്ടേയിരിക്കും, സംസാരിക്കുമ്പോൾ നാക്ക് വല്ലാതെ കുഴയുകയാണ്, കൈകാലുകൾ പൊക്കാൻ കഴിയുന്നില്ല, ഒരു വല്ലാത്ത രീതി. ഓരോ മിനിറ്റ് കഴിയും തോറും എന്റെ ശരീരം ഒന്നിനൊന്നിന് തളർന്നുകൊണ്ടേയിരിക്കുക, ബലം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുക. ചുരുക്കി പറയട്ടെ, വേഗത്തിൽ അവിടേക്ക് എന്നെ കൊണ്ടുവന്നു, മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ, അവിടുത്തെ ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം വേഗത്തിൽ വന്നു, പരിശോധനകളെല്ലാം നടത്തി. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഗില്ലൻ ബാരക് സിൻഡ്രോം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ എന്നോട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വിനോദെ, എന്തായാലും നിന്നെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നീ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിനക്ക് വന്നിരിക്കുന്ന രോഗത്തിന് ഇന്ന് വരെ ലോകത്ത് ഒരു രാജ്യത്തും പ്രതിവിധിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞങ്ങൾ ശ്രമിക്കും നിന്നെ രക്ഷിക്കാൻ, ബാക്കി നീ പ്രാർത്ഥിക്കണം. ഡോക്ടർ പറഞ്ഞ വാക്കാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ആ വാക്ക് മറക്കത്തില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കാണ്, വിനോദ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം ഞങ്ങൾ ശ്രമിക്കും നിന്നെ രക്ഷിക്കാൻ, ബാക്കി നീ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും പറയട്ടെ, പ്രാർത്ഥന നിസ്സാര കാര്യമല്ല കേട്ടോ. ആരെല്ലാം നമ്മളെ കൈവിട്ടാലും, വൈദ്യശാസ്ത്രം നമ്മളെ ഉപേക്ഷിച്ചെന്ന് എല്ലാവരും ചിന്തിച്ചാലും, നമ്മൾ സ്വയം വിചാരിച്ചാലും, പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് അടുക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് അതിനകത്തൊരു വിടുതൽ അയക്കുക തന്നെ ചെയ്യും. കേൾക്കണോ? അവസാനം വേഗത്തിൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആദ്യം നമുക്ക് ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇഞ്ചക്ഷൻ ആണ്. അത് ഏകദേശം അന്നത്തെ സമയത്ത് പറഞ്ഞ ഏകദേശം 1.25 ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞത്. 99-2000 സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതിന് ആ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ 5 ദിവസം കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ ഈ നമുക്കുണ്ടായിരിക്കുന്ന ഈ വൈറൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക തലത്ത് നമ്മുടെ ഇമ്മ്യൂൺ പവർ കൂട്ടുന്ന ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വേഗത്തിൽ ആ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള തിരക്കായി. അതിന് മരുന്ന് നോക്കിയപ്പോൾ അവിടെ കേരളത്തിലില്ല, മുംബൈയിൽ നിന്ന് വേഗത്തിൽ അത് വരുത്തി. എനിക്ക് തോന്നി ഏകദേശം ഒരു 2.25 ലക്ഷം രൂപയോളമായി അത് കൊണ്ടുവന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ വേഗത്തിൽ ആ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1ാമത്തെ ദിവസം ഇഞ്ചക്ഷൻ എന്റെ ശരീരത്തിലേക്ക് തന്നതിന് ശേഷം അവര് വീണ്ടും എന്നെ പരിശോധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, ഈ മരുന്ന് ചെന്നതിന് എന്തെങ്കിലും എഫക്റ്റ് വല്ലതും ഉണ്ടോ. പക്ഷെങ്കിൽ ഒരു വ്യത്യാസമില്ല. ഓരോ മിനിറ്റ് കഴിയും തോറും എന്റെ സ്ഥിതി ഒന്നിനൊന്നിനും മോശമാകാൻ തുടങ്ങുകയാണ്. അവസാനം ഈ 5 ദിവസവും ഈ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ നടന്നുകൊണ്ടേയിരുന്നു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചെറുതായിട്ട് കൈയൊക്കെ ഇങ്ങനെ അനക്കും, പൊക്കാൻ കഴിയത്തില്ല, കാലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അനക്കാൻ കഴിയും, നാക്ക് കുഴയുമെങ്കിലും സംസാരിക്കും. പക്ഷെങ്കിൽ ഈ കോഴ്സ് ഓഫ് ഇഞ്ചക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൂർണ്ണമായിട്ട് തളർന്നു. ഒരു ചെറു വിരൽ പോലും അനങ്ങാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറി. എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അവസാനം ഡോക്ടേഴ്സ് വന്നിട്ട് പറയുകയാണ്, വിനോദെ, നിന്നെ പോലെ ഒരു നിർഭാഗ്യവാൻ ഈ ലോകത്തിൽ വേറെ ആരും കാണത്തില്ല. കാരണം ഇത്രയും വിലയുള്ള മരുന്ന് കേരളത്തിൽ ഇല്ലാഞ്ഞിട്ട് മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന് ആ മരുന്ന് നിന്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ടു. നിന്റെ ശരീരത്തിൽ ആ മരുന്ന് ചെന്നെന്ന് പോലും അറിയത്തക്കവണ്ണം നിന്റെ ശരീരം പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർ പറയാനിടയായി തീർന്നു. ഇത് കേട്ട സമയത്ത് എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, കർത്താവേ, ഞാനാണോ നിർഭാഗ്യവാൻ? എന്റെ 19ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ പൈതലായി തീർന്ന ഞാനാണോ നിർഭാഗ്യവാൻ? എന്നാൽ കേൾക്കണോ, ഏത് ഡോക്ടർ എന്നെ നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞോ, അതേ ഡോക്ടറെ കൊണ്ട് തന്നെ പിന്നെ കർത്താവ് പറയിച്ചു, വിനോദെ, നിന്നെ പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തിൽ വേറെ ആരും കാണത്തില്ല. സ്തോത്രം. ദൈവമക്കളെ, ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ആശ അറ്റുപോയി എന്ന് തോന്നത്തക്ക തലത്തിൽ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാണെങ്കിലും നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ നിശ്ചയമായും അതിനകത്ത് അതിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കേൾക്കണം. അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ പേര് പ്ലാസ്മഫെറസിസ്. പ്ലാസ്മഫെറസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ അരിച്ചു മാറ്റിയിട്ട് പുതിയ പ്ലാസ്മയെ കയറ്റുക. അത് ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് 40,000 rupees ആണ്.
അതിനുവേണ്ടി തലച്ചോറിലേക്ക് പോകുന്ന മെയിൻ ആക്ടറി രണ്ട് സൈഡിൽ ഇരിക്കും. കഴലയുടെ രണ്ട് ഭാഗത്ത്, കാലിന്റെ തൊടഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് കഴലയുടെ രണ്ട് ഭാഗത്ത് ഇരിക്കും. എന്നിട്ട് 4 ട്യൂബ് ഇട്ടിട്ട് ഒരു പ്രത്യേക ഫിൽട്ടർ ഉണ്ട്, അതിലേക്ക് ബ്ലഡ് കയറ്റി വിടും. അതിനകത്തുനിന്ന് പ്ലാസ്മയെ അരിച്ചു മാറ്റും, വീണ്ടും പുതിയ പ്ലാസ്മ കയറ്റുക. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് അന്ന് 40,000 rupees ആണ് ഒരു പ്രാവശ്യം ചെയ്യുന്നത്. ഓക്കെ, അവസാനം വേഗത്തിൽ ഡോക്ടർ പറഞ്ഞു അത് 2 or 3 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അവസാനം വേഗത്തിൽ പ്ലാസ്മോഫറസിസ് ആരംഭിച്ചു. 1ാമത്തെ പ്രാവശ്യം പ്ലാസ്മോഫറസിസ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മുഖം ഒരു സൈഡിലേക്ക് കോടി, നാക്കെല്ലാം പൂർണ്ണമായിട്ട് അകത്തേക്ക് താന്നു, വായിൽ വരുന്ന ഉമ്മുനീരൊക്കെ അകത്തോട്ട് ഇറങ്ങത്തില്ല, എല്ലാം സൈഡിലൂടെ ഒഴിച്ചുകൊണ്ടിരിക്കും. വായെല്ലാം തുറന്നു, ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറി, വായ അടയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറി. അതിനുശേഷം സെക്കൻഡ് ടൈം പ്ലാസ്മോഫറസിസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒട്ടും തന്നെ, ഞാൻ നല്ല ഉറക്കമായിരിക്കും പക്ഷെ എന്റെ കണ്ണടയത്തില്ല. നല്ല ഉറക്കമായിരിക്കും പക്ഷെ കണ്ണ് തുറന്നേ ഇരിക്കത്തുള്ളൂ. കണ്ണിന്റെ ദൃഷ്ടിയൊക്കെ പുറത്തേക്ക് അങ്ങ് തള്ളി, കണ്ണിന്റെ കൺപോളകൾ അടയ്ക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്റെ അവസ്ഥ മാറി. അന്ന് തൊട്ട് അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, ഒരു ദിവസം ഇതുപോലെ എന്റെ വലത് കണ്ണേല് ഒരു ഈച്ച വന്ന്, ഒരിക്കലും ഒരു കൊതുകാന്നോ എന്തോ വന്നിട്ട് എന്റെ കണ്ണെ വന്ന് അകത്ത് വന്ന് കുത്തിയിട്ട് എന്റെ കണ്ണ് വല്ലാതെ പ്രയാസമായി. അതിനൊന്ന് ഓടിക്കാൻ എന്റെ കൈ പൊങ്ങുന്നില്ല, എനിക്ക് ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. എനിക്കത് ഇന്നും എനിക്കത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര ഭയാനക സംഭവമായിട്ടാണ് എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നത്. അവസാനം അതിനുശേഷം തൊട്ട് ഈ ഒരു കണ്ണിനോട് അന്ന് തൊട്ട് കണ്ണിന്, എന്റെ ഈ വലത് കണ്ണിന് കംപ്ലൈന്റ് ആയി, കാഴ്ചയ്ക്ക് പ്രയാസമായി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വലത് കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഇടത് കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷെ വലത് കണ്ണിന് കാഴ്ചയില്ല. ഉറങ്ങുമ്പോൾ പോലും കണ്ണ് അടയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറി. അന്ന് തൊട്ട് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഞാൻ ഒരു ഉറങ്ങാറൊക്കെ സമയം ഒരു 8:30-9 മണി ആകുമ്പോഴേക്കും സിസ്റ്റേഴ്സ് വരും, വന്നിട്ട് എന്റെ 2 കണ്ണും കൺപോളകൾ അടച്ച് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു വെക്കും. കാരണം ഈ കണ്ണിനോട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അന്ന് തൊട്ട് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് കൺപോള 2 ചേർത്ത് വെച്ച് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കും. അടുത്ത ദിവസം രാവിലെ മാത്രം തുറന്നു കൊടുത്തു. ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. 3ാമത്തെ പ്രാവശ്യം പ്ലാസ്മോഫറസിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒട്ടും ശ്വാസം എടുക്കുവാൻ കഴിയാത്ത തലത്തിൽ, ഓൾറെഡി റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓക്സിജൻ അവർ തരുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ 3ാമത്തെ പ്രാവശ്യം പ്ലാസ്മോഫറസിസ് ആരംഭിച്ചപ്പോഴേക്കും ഒട്ടും എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്തതുപോലെയായി. അവസാനം വേഗത്തിൽ ട്രക്കിയോസ്റ്റമി ചെയ്തു. വേഗത്തിൽ വെന്റിലേറ്റർ എന്റെ ശ്വാസകോശത്തിലേക്ക് അടുപ്പിക്കുകയാണ്. പിന്നെ 4 മാസവും ഏകദേശം 10 ദിവസവും പിന്നെ ത്രൂ വെന്റിലേറ്ററിലൂടെയാണ്, ട്രക്കിയോസ്റ്റമി ട്യൂബിലൂടെയാണ് ഞാൻ ശ്വാസം എടുക്കുന്നത്. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പറയുന്നത് സാധാരണ ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ ആ വോക്കൽ കോഡ് എല്ലാം ജാം ആവും, കംപ്ലൈന്റ് ആകും, സംസാരിക്കാൻ കഴിയത്തില്ല. എന്റെ ഈ ട്രക്കിയോസ്റ്റമി ചെയ്യുന്നതിന് മുമ്പ് എന്റെ തമ്പ് ഇംപ്രഷൻ അവരെടുത്തു, എന്റെ പപ്പായുടെ പെർമിഷൻ മേടിച്ചു, വൈഫിന്റെ പെർമിഷൻ മേടിച്ചു. കാരണം ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അഥവാ സംസാരിക്കാൻ പറ്റിയാൽ പോലും ഈ രീതിയിൽ ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല, സ്പീഡ് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. വോക്കൽ കോഡ് കംപ്ലീറ്റ് തകരാറിലാകും. പക്ഷെങ്കിൽ എന്റെ പപ്പായുടെ ഒക്കെ പെർമിഷൻ എടുത്തിട്ടാണ് എന്റെ ഈ ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത്. ദൈവമക്കളോട് പറയട്ടെ, അങ്ങനെ വേഗത്തിൽ ട്രക്കിയോസ്റ്റമി ചെയ്തു. വെന്റിലേറ്ററിലൂടെ ശ്വാസം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഒരു ദിവസം, അന്ന് ആ സമയത്ത് വെന്റിലേറ്റർ എനിക്ക് ഒരു ദിവസം ശ്വാസം തരുന്നതിന് ഏകദേശം 1,700 രൂപയാണ് അന്നത്തെ വാടക. പെർ ഡേ നമുക്ക് ഓക്സിജൻ തരുന്നതിന് 1,700 രൂപയാണ്. 99 ഡിസംബർ തൊട്ട് പിന്നെ മെയ് 27 മെയ് 27 വരെ അവർ എനിക്ക് ഓക്സിജൻ തരുമ്പോൾ അതിന് പെർ ഡേ ചാർജ് 1,700 രൂപയായിരുന്നു വെന്റിലേറ്ററിലൂടെ ശ്വാസം തരുന്നതിന്. ദൈവമക്കളെ, കർത്താവിന്റെ വചനം പറഞ്ഞ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. കർത്താവ് തരുന്ന ശ്വാസം എത്ര ശ്രേഷ്ഠമാണ്! കർത്താവ് നമുക്ക് തരുന്ന ഓക്സിജൻ എത്ര ശ്രേഷ്ഠമാണ്! കർത്താവ് നമുക്ക് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഒന്ന് ഓർത്ത് എണ്ണി സ്തുതിക്കാൻ തുടങ്ങിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് സ്തോത്രം ചെയ്താലും തീരാത്തതുപോലെ കർത്താവ് നമുക്കൊണ്ട് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്തും ഞാൻ കർത്താവിന് നന്ദി പറയുക. കേൾക്കണോ? അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ദിവസത്തെ ശ്വാസത്തിന്റെ വില 1,700 അന്ന്. സ്തോത്രം. 4 മാസവും 10 ദിവസവും ഞാൻ വെന്റിലേറ്റർ ത്രൂ ശ്വാസം എടുത്തു. നിങ്ങൾ കണക്ക് കൂട്ടണം എത്ര ലക്ഷം രൂപ ശ്വാസം എടുത്തതിന് മാത്രം കൊടുത്തു എന്ന്. ഹല്ലേലൂയ. നമുക്ക് സൗജന്യമായി ദൈവം നമുക്ക് നൽകുമ്പോൾ പലപ്പോഴും നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു പോകാറുണ്ട്. പക്ഷേ ദൈവമക്കളെ, നമുക്ക് എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ, നമുക്ക് കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുദിനം ഉയർത്തുകയും അനുഗ്രഹത്തോടെ കർത്താവ് നടത്തുകയും ചെയ്യും. അങ്ങനെ ഈ 3ാമത്തെ പ്രാവശ്യം പ്ലാസ്മോഫറസിസ് കഴിഞ്ഞപ്പോഴേക്കും വെന്റിലേറ്ററിലായി. അവസാനം പപ്പായോട് വന്ന് ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, ഇനി അച്ഛാ വെറുതെ നിങ്ങളുടെ പണം ചെലവാക്കേണ്ട, കാരണം ഞങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. ഇവന്റെ റെസ്പിറേറ്ററി മസിൽസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇനി സാധ്യതയില്ല. ഇനി വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹം കരകയറി വരണമെങ്കിൽ ഒരു മിറക്കിൾ നടക്കണം,
ഒരത്ഭുതം നടക്കണം. അല്ലാതെ ആൾക്ക് തിരികെ വരാൻ കഴിയത്തില്ല, സംസാരിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം ആ ജീവനുള്ള കാലത്തോളം വെന്റിലേറ്ററിന് സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പപ്പായോട് ഡോക്ടർ പറയാനിടയായി തീർന്നു. ഇതെല്ലാം കേട്ടു, വളരെ ഭാരപ്പെട്ടു. അവസാനം ഡോക്ടർ പപ്പായോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി വെറുതെ പണം ചെലവാക്കണ്ട, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വെന്റിലേറ്റർ വാങ്ങിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകാമെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാനും കാണുവാനൊക്കെ അവസരം ഉണ്ടാകും. അതിനപ്പുറത്ത് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്കില്ല, പറ്റത്തില്ല എന്ന് ഡോക്ടർ പറയാനിടയായി. ഡോക്ടർ പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നോ അതോ നിങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, എന്താ നിങ്ങളുടെ തീരുമാനം എന്നുള്ളത് അറിയിക്കണം. ഇത് കേട്ടു പപ്പ ഭാരപ്പെടാൻ തുടങ്ങി. വൈഫ് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അമ്മയുണ്ട്. എന്റെ സഹോദരനാണ് കുടുംബമായിട്ട് മുംബൈയിലാണ് അദ്ദേഹത്തിന് ജോലി. ചെറിയ ബിസിനസ് ഒക്കെയാണ് അവിടെ. ഇപ്പോൾ ബോയ്സിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ മെമ്പറായിട്ട് അദ്ദേഹം അവിടെ ആയിരിക്കുന്നു. മനോജ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ജോലിയെല്ലാം വിട്ട് അദ്ദേഹം വേഗത്തിൽ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് വന്നു. എന്റെ സിസ്റ്ററും കുടുംബം മുംബൈയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു. പപ്പായും അമ്മയും കൂടെ ഉണ്ട്, വൈഫുണ്ട്, വൈഫിന്റെ പേരൻസ് എല്ലാം, ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും എറണാകുളത്ത് തന്നെയുണ്ട്. ഏത് സമയത്തും എന്ത് സംഭവിക്കും, അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെയാണ്. ഇതിനിടയിൽ വളരെ ചിന്തിക്കേണ്ട, വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഓരോ ദിവസവും എന്റെ സ്ഥിതി മോശമായി കൊണ്ടിരിക്കുമ്പോഴും എപ്പോഴൊക്കെ എന്റെ വൈഫ് എന്റെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം ഐസിയുലേക്ക് കയറി വരുവാൻ, കാരണം ഞാൻ വാട്ടർ ബെഡിലാണ് കിടക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം മുഴുവൻ ഭയങ്കര ചൂടാണ്. ഈ മരുന്നെല്ലാം ചെല്ലുന്നതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ശരീരം മുഴുവൻ ആസകലം വേദനയാണ്, ഭയങ്കര പെയിനാണ്. നമ്മുടെ ഈ മസിൽസ് വീക്കായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരം മുഴുവൻ ആസകലം ഭയങ്കര വേദനയാണ്, താങ്ങാൻ പറ്റാത്ത വേദന. ഡോക്ടേഴ്സ് പെയിൻ കില്ലർ, ഡോക്ടർ രാധാകൃഷ്ണൻ എന്റെ വൈഫിനോട് പറഞ്ഞു, വിനോജ് ചെറിയ പ്രായമാണ്, അതുകൊണ്ട് അവന് പെയിൻ കില്ലർ കൊടുക്കത്തില്ല, അതുകൊണ്ട് അവന് അത്യാവശ്യം വേദനയാണെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ട് ചൂട് ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി, അപ്പൊ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിക്കോളും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്റെ വൈഫിനെ ഐസിയുലേക്ക് കയറ്റി വിടും. അങ്ങനെ വരുന്ന സമയത്തെല്ലാം ബൈബിളും കൊണ്ടാണ് വരുന്നത്. ബൈബിളും കൊണ്ട് വന്നിട്ട് സുവിശേഷങ്ങളിൽ നിന്ന് കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് എന്നെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഓരോ ദിവസവും വരും. എന്നിട്ട് സുവിശേഷങ്ങളിൽ കർത്താവ് ചെയ്ത മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ്, അത്ഭുതങ്ങളെ കുറിച്ച് വായിച്ച് കേൾപ്പിക്കുക. എവറി ഡേ എപ്പോഴൊക്കെ എന്റെ അടുത്തേക്ക് വന്നാലും അവൻ എന്റെ അടുത്ത് വന്നിരുന്ന് കർത്താവ് ചെയ്ത മിറക്കിൾസ് വായിച്ച് കേൾപ്പിച്ചിട്ട് എന്റെ തളർന്നു കിടക്കുന്ന കയ്യെ പിടിച്ചുകൊണ്ട് എന്റെ വൈഫ് പ്രാർത്ഥി, കർത്താവെ, അവൻ ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നീ എന്നോട് സംസാരിച്ച ദൂത് പോലെ കർത്താവെ, എന്റെ കൂട്ടുദാസനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം, പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം, നീ ചെയ്ത അത്ഭുതം പോലെ എന്റെ കൂട്ടുദാസനമേ നീ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് എന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറയും. അപ്പം ഞാനിങ്ങനെ പൂർണ്ണമായി തളർന്നു കിടക്കുകയാണ്. ഒരു ചെറുവിരൽ പോലും അനങ്ങത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ആഹാരം മൂക്കിലൂടെയാണ്, ട്യൂബിട്ടിരിക്കുകയാണ്. 5 മാസവും 27 ദിവസവും ഞാൻ മൂക്കിൽ കൂടിയായിരുന്നു, ട്യൂബിലൂടെയായിരുന്നു, ഫീഡിങ് ആയിരുന്നു ആഹാരം. അങ്ങനെ ഒന്നും സ്വയമേ ചെയ്യാൻ കഴിയത്തില്ല. യൂറിന് തന്നെ പോകത്തില്ല, അതിന് വേറെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. മോഷൻ തന്നെ പോകാൻ കഴിയത്തില്ല, അതൊക്കെ കൈയിട്ടൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയാതെ കിടക്കുക. പക്ഷെ ആ സമയത്തെല്ലാം എന്റെ അടുത്ത് വന്നിരുന്ന ഈ വചനം എന്റെ വൈഫ് എന്നെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ആ കേട്ട ഡോക്ടർമാർ മരുന്നുകളൊക്കെ എനിക്ക് തരുന്നെങ്കിലും ശരീരത്തിൽ അതൊന്നും പ്രയോജനപ്പെടാതെ പോകുമ്പോഴും ഞാൻ അന്ന് കേട്ട വചനങ്ങളാണ്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചുള്ള ആ വാക്കുകളാണ്, ആ വചനങ്ങളാണ്, സുവിശേഷമാണ് എന്റെ അകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിക്കായിട്ട് എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും എന്റെ ശരീരത്തെയും ഒരുക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും നമ്മൾ അന്യോന്യം കുറ്റം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് കർത്താവിന്റെ മക്കളെ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ദൈവവചനത്തോട് ചേർന്ന് കർത്താവ് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവന്റെ വചനത്തിലൂടെ ധ്യാനിക്കുവാനും ഒരുമിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ അങ്ങനെയുള്ള ഭവനമൊക്കെ സ്വർഗമായി മാറും. വിടുതലുകൾ നടക്കാൻ തുടങ്ങും, അസാധ്യങ്ങൾ സാധ്യമാകാൻ തുടങ്ങും, അസാധാരണ മിറക്കിളുകൾ കർത്താവ് നമുക്ക് കൊണ്ട് ചെയ്യാൻ തുടങ്ങും. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അസാധാരണ അത്ഭുതത്തിന്റെ രഹസ്യം അതാണ്. ഹല്ലേലൂയ. ഞാൻ തളർന്നു കിടക്കുന്ന സമയത്തെല്ലാം, അതുകൂടാതെ അനേക ദൈവദാസന്മാരുടെ കാസറ്റ്സുകൾ കൊണ്ടുവന്നിട്ട്, അന്നത്തെ കാലത്ത് വോക്ക്മാൻ എന്ന് പറയും, അതിനകത്ത് കാസറ്റ് ഇട്ട്, ആ സമയത്ത് ഇന്നത്തെ കൂടുതൽ സിസ്റ്റം ഒന്നില്ലല്ലോ, അങ്ങനെ വോക്ക്മാനിലോടൊക്കെ കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ മെസ്സേജുകൾ എന്നെ കേൾപ്പിക്കും, പാട്ടുകൾ എന്നെ കേൾപ്പിക്കും. അപ്പൊ ഞാൻ കിടക്കുന്ന സമയത്തെല്ലാം ഒന്നുകിൽ ശിവ ബൈബിൾ വായിച്ച് കേൾപ്പിക്കും, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഈ വചനങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, പാട്ടുകൾ കേട്ടോണ്ടിരിക്കും. പിന്നെ എന്റെ പപ്പ എന്റെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം, ഐസിയുലേക്ക് ഇടയ്ക്കൊന്ന് കയറി വരുമ്പോഴെല്ലാം എന്റെ അടുത്ത് വന്ന് എന്നെ തട്ടിയിട്ട് പറയും, മോനെ കർത്താവിന് വേണം, മോൻ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു, പപ്പ മോന്റെ കാര്യം നോക്കിക്കോളാം, പപ്പായ്ക്ക് ആയുസ്സുള്ളിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം മോന്റെ കുടുംബത്തെ പപ്പ നോക്കിക്കോളാം, മോൻ ധൈര്യമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോക്കൂ, മോൻ ഒന്നും പേടിക്കണ്ട, മോൻ കർത്താവിന്റെ കരുത്തിൽ സമർപ്പിക്കുക, മോനെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് എപ്പോഴും വന്ന് പപ്പ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.
എന്റെ അമ്മ എന്റെ അടുത്തേക്ക് കയറി വരുമ്പോഴെല്ലാം അവൻ അടുത്ത് വന്ന് നിന്ന് കരഞ്ഞോണ്ടാ പറയുന്നത്, കർത്താവേ, എന്റെ മോനെ 26-ാമത്തെ വയസ്സിൽ നീ മരണത്തിന് വിട്ടുകൊടുക്കരുത്, നീ അവൻ എനിക്ക് മടക്കിത്താ, അഗ്നിനാവിന്റെ ശുശ്രൂഷയ്ക്കാൻ ഞാൻ അവനെ നിനക്ക് മടക്കിത്തരാം, എന്റെ കുഞ്ഞിനെ നീ എനിക്ക് മടക്കിത്താ എന്ന് പറഞ്ഞ് എന്റെ അമ്മ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ആ പ്രാർത്ഥന ഇപ്പോഴും എന്റെ കാതിൽ നിൽപ്പുണ്ട്. സ്തോത്രം. ഞാൻ പറയാൻ വന്ന ദൈവമക്കളെ, അങ്ങനെ എന്റെ ഹോൾ ഫാമിലി എനിക്ക് വേണ്ടി നിൽക്കുക, അവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മാതൃ ചർച്ച് ചാത്തങ്കരി ഷാരോൺ ചർച്ച്, അവിടെയുള്ള ദൈവദാസൻ, ദൈവസഭ, ദൈവമക്കൾ എല്ലാവരും അവർ അറിയാവുന്നിടത്ത്, ഞാൻ മുംബൈയിൽ ഞാൻ കഞ്ചുമാർക്ക് IPC ചർച്ചിലായിരുന്നു ജോലിയുള്ള ബന്ധത്തിലായിരുന്നത്. അതിനുശേഷം സൗദി അറേബ്യയിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ എബി, നമുക്കറിയാം ഇന്ന് ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഡോക്ടർ എബി, ഹാലുവിലെ കർത്താവിന്റെ ദാസൻ, അവിടെ ആ സമയത്ത് എന്റെ പാസ്റ്ററാണ് തായിഫിൽ, സൗദി അറേബ്യയിൽ. അദ്ദേഹം അവിടെ അറിഞ്ഞു, അവിടെയുള്ള സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറയട്ടെ, എവിടെയൊക്കെ ദൈവത്തിന്റെ ജനം അറിഞ്ഞു അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെല്ലാവുന്ന രീതിയിലുള്ള ഞങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ, ഞങ്ങൾ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ രോഗം വന്നിരിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വീട്ടിൽ 5 പൈസയില്ല. അടുത്തൊരു വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു അനീച്ചാനുണ്ട്, അനീച്ചാൻ ഒരു 5000 റുപ്പീസ് ഒപ്പാടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഇതും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും, അത് വന്നതിന് ശേഷം പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്ന 5000 റുപ്പീസ് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നിങ്ങളോട് പറയട്ടെ, ഏകദേശം ഹോസ്പിറ്റലും അതുപോലെ മറ്റ് ചെലവെല്ലാം കൂടെ ഏകദേശം 18 ലക്ഷം രൂപയോളം ചെലവായി. കർത്താവ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു, എല്ലാം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, കടം മാത്രം എന്റെ വീട്ടിൽ എല്ലാ കടക്കാർ കൊണ്ടുപോയിട്ടിരിക്കുന്ന സമയം ഓർക്കണം. അങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സാഹചര്യം. പക്ഷേ ഒരു കാര്യം ഇന്ന് പകലിൽ ഈ എന്റെ വ്യൂവേഴ്സിനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ഒരു പദ്ധതിക്ക് ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന എല്ലാ കരുതലുകളും സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കും. നീ കടന്നു പോകുന്ന പ്രതിസന്ധി ഏതാണെങ്കിലും അതിനകത്ത് നീ കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും അവന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഒരുക്കി, അവന്റെ കരുതലുകൾ നിനക്ക് വേണ്ടി ഒരുക്കി, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് അവന്റെ മഹത്വത്തിനായി നിർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സാഹചര്യങ്ങൾ കണ്ടും ഭാരപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതുപോലെ നിങ്ങളിലും അതിശയങ്ങൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കേൾക്കണോ? അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങി അവസാനം പപ്പായോട് വന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇന്ന പോലെ നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പറയണം, എന്താ തീരുമാനം എന്ന് പറയണം. അപ്പൊ ആകെപ്പാടെ ടെൻഷനായി, എന്തോ ചെയ്യും. വെന്റിലേറ്റർ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആ വീടെന്ന് പറഞ്ഞൊരു കൊച്ചു വീടാണ്. അപ്പൊ അതിനകത്ത് മോനെ അഡ്ജസ്റ്റ് ചെയ്യാനോ അതിനുള്ള സംവിധാനം ഒന്നും റൂമിനകത്തില്ല. എയർ കണ്ടീഷൻ ചെയ്യണം, വെന്റിലേറ്റർ ക്രമീകരിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിന് വേണ്ട മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബാക്കിയെല്ലാം ചെയ്യണം, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. അപ്പോ പപ്പ ആകെപ്പാടെ ഭാരത്തിലായി. അപ്പം ഡോക്ടറോട് 2 ദിവസത്തിനുള്ളിൽ മറുപടി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തലേ ദിവസം പപ്പ എന്റെ അടുത്ത് വന്ന് നിന്ന് കരയുകയാണ്. മോനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ പറയുന്നു ഡോക്ടറോട് കാര്യങ്ങൾ പറയണം. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പറഞ്ഞു. പപ്പ കരയുക. പപ്പ എന്റെ അടുത്ത് നിന്ന് കരയുന്ന സമയത്ത് ഞാൻ പപ്പയെ നോക്കി ചിരിച്ചു കാണിച്ചു. പക്ഷെ ഞാൻ ചിരിക്കുകയാണെങ്കിലും പക്ഷെ പപ്പയ്ക്ക് അത് പിടികിട്ടില്ല. കാരണം എന്റെ മുഖമെല്ലാം ഒരു സൈഡിലേക്ക് കോടി, എന്താ പറയുന്നത്, വായെല്ലാം തുറന്ന്, കണ്ണുകളൊന്നും അടയാതെ, കണ്ണിന്റെ ദൃഷ്ടിയൊക്കെ പുറത്തേക്ക് തള്ളി ഒരു വല്ലാത്ത രൂപത്തിലാണ് കിടക്കുന്നത്. ഞാൻ എന്റെ ഉള്ളം കൊണ്ട് ചിരിക്കുക. പക്ഷെ പപ്പായ്ക്ക് ഞാൻ ചിരിച്ചത് പപ്പായ്ക്ക് മനസ്സിലായില്ല. എനിക്ക് ഇവർ പറഞ്ഞതെല്ലാം മനസ്സിലാവും, കേൾക്കാം, ഗ്രഹിക്കാൻ കഴിയും. ഓരോ ഓർമ്മക്കേടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് എല്ലാം അറിയാം. പക്ഷെ തിരിച്ചു പ്രതികരിക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം പപ്പ ഇത് പറയുമ്പോൾ ഞാൻ എന്റെ കണ്ണ് അടയത്തില്ലെങ്കിൽ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും, കണ്ണിന്റെ ദൃഷ്ടി അങ്ങോട്ട് അനക്കാൻ പറ്റും. അപ്പൊ ഞാൻ പപ്പായോട് പറയാൻ ശ്രമിക്കുക, പപ്പ ഒന്ന് പ്രാർത്ഥിയില് എന്ന് പറയാൻ ശ്രമിക്കുക. അവസാനം കുറച്ചു നേരം എന്നോട് ചോദിച്ചു, എന്നാ മോനെ വേണം, വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴൊക്കെ ഞാൻ കണ്ണുകൊണ്ട് വീണ്ടും പറയില്ല, പ്രാർത്ഥിയില്ല പപ്പ, പ്രാർത്ഥിയില്ല എന്ന് പറയാൻ ശ്രമിക്കുക. ഒടുവിൽ പപ്പ എന്നോട് ചോദിച്ചു, പ്രാർത്ഥിക്കാനാണോ എന്ന് ചോദിച്ചാൽ പതുക്കെ തല ഇങ്ങനെ അനക്കി കാണിച്ചു. അപ്പോൾ ഉടനെ എന്റെ ദേഹത്തേക്ക് പപ്പ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പപ്പ ഇങ്ങനെ, കർത്താവേ, എന്റെ കുഞ്ഞിനെ കർത്താവെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക, ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല കർത്താവെ, എന്റെ കുഞ്ഞിനെ കർത്താവ് സഹായിക്കണം എന്ന് പറഞ്ഞ് പപ്പ പ്രാർത്ഥിക്കുക. അപ്പൊ കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ, അപ്പൊ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവ്, കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് എന്റെ പപ്പ എന്ന് ബലപ്പെടുത്തണം. ഈ പ്രതിസന്ധിയിൽ ഡോക്ടർമാരുടെ വാക്ക് കേട്ടോ മനുഷ്യരുടെ വാക്ക് കേട്ടോ ഒരു രീതിയിലും തളർന്നു പോകാതെ കർത്താവെ എന്റെ പപ്പ എന്ന് ബലപ്പെടുത്തണമെന്ന് ഞാൻ എന്റെ ഉള്ളം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേൻ കഴിഞ്ഞപ്പോൾ പപ്പ എന്നോട് പറയാം, മോനെ, നിനക്ക് സൗഖ്യം കിട്ടാതെ ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല, മോൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പപ്പയ്ക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞത്, ഡോക്ടർമാരുടെ വാക്ക് കേട്ട് നിരാശപ്പെട്ട പപ്പ വന്നു. പക്ഷെ 1 മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പപ്പയുടെ അകത്ത് ധൈര്യം വന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യം എതിരാണെങ്കിലും പ്രാർത്ഥനയിൽ കയറും അസാധാരണ ധൈര്യം നമുക്കുണ്ടാകുകയാണ്. എന്റെ പപ്പയ്ക്ക് ധൈര്യമായി പപ്പ പറഞ്ഞു, നാളെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറയും, ഞാൻ മോനെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല, ഞങ്ങൾ എവിടുന്നേലും പണം കൊണ്ടുവരാം, ഡോക്ടറെ വീണ്ടും ചികിത്സിക്കാൻ പറയാൻ വേണ്ടി ഇരിക്കുക.
ശരിക്കും പറയട്ടെ, അങ്ങനെ കഴിഞ്ഞു. ആ രാത്രിയായി. അന്ന് രാത്രി എന്റെ വൈഫ് കർത്താവ് വലിയൊരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനം കാണുന്നെന്ന് പറഞ്ഞാൽ, ഞാനൊരു വലിയ കൂട്ടം ജനത്തിന് മുമ്പിൽ നിന്ന് കർത്താവിന്റെ വചനം സംസാരിക്കും. എന്റെ അടുത്ത് വൈഫ് നിൽപ്പുണ്ട്, കൂടെ ഒരു മോൻ നിൽപ്പുണ്ട്. സ്തോത്രം. പല ഭാഷക്കാരുണ്ട്, പല ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർ മുമ്പിൽ നിന്ന് ഞാൻ കർത്താവിന്റെ വചനം സംസാരിക്കുന്ന ഒരു കാഴ്ച ആ രാത്രി കർത്താവ് കാണിച്ചു കൊടുക്കുക. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോ തന്നെ വേഗത്തിൽ അത് എന്റെ വീട്ടിലുള്ള എല്ലാവരോടും അറിയിച്ചു. ആ രാവിലെ ഡോക്ടർ റൗൺസിൽ വന്ന സമയത്ത് വേഗത്തിൽ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ മോനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ഇല്ല. അവനെ ചികിത്സിക്കാനാണ് ഞങ്ങൾ വീണ്ടും പ്ലാൻ ഇടുന്നത്. ഞങ്ങൾക്ക് പണമില്ലെങ്കിലും ഞങ്ങൾ എവിടുന്നെങ്കിലും പണം കൊണ്ടുവരും, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഇടുവാനാണ് പ്ലാൻ. അവസാനം വേഗത്തിൽ ഡോക്ടർ പപ്പായെ വീണ്ടും ഒപിയിലേക്ക് കൊണ്ടുപോയിട്ട് പപ്പായ ഒന്നുകൂടെ കൗൺസിൽ ചെയ്തു. അച്ഛനോട് പറഞ്ഞു, പപ്പായോട് പറഞ്ഞു, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പണം വീണ്ടും ചെലവാക്കണം, ലക്ഷങ്ങൾ വീണ്ടും മുടക്കിയാലും സാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാരെന്ന നിലയിൽ ഇനി ഒന്നും പറയാൻ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം ഒന്നുകൂടെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും പപ്പ ആവർത്തിച്ചു പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ധൈര്യത്തോടെ ട്രീറ്റ്മെന്റ് വീണ്ടും തുടങ്ങുക, ഞങ്ങൾ എന്തായാലും അവന് ആരോഗ്യം ഉള്ളിടത്തോളം സമയം ഞങ്ങൾ ഇവിടെ തന്നെ ഇടാനാണ് പ്ലാൻ. ചുരുക്കി പറയട്ടെ, വേഗത്തിൽ വീണ്ടും പപ്പയുടെ നിർബന്ധം കാരണം പ്ലാസ്മഫെറസിസ് 3 പ്രാവശ്യം ചെയ്ത് നിർത്തിയ വീണ്ടും പ്ലാസ്മഫെറസിസ് ആരംഭിച്ചു. അത് ഒരു പ്രാവശ്യം ചെയ്തതിന് 40,000 റുപ്പീസാണ്. അത് പെട്ടെന്ന് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത് വലിയ പാടുള്ള കാര്യമാണ്. അത് എനിക്ക് ശരീരത്തിനും പ്രശ്നമുള്ളത് ഡോക്ടർ പറഞ്ഞു അധികം ചെയ്യാനും പറ്റത്തില്ല. അവസാനം പപ്പയുടെ നിർബന്ധം കാരണം വീണ്ടും 5 പ്രാവശ്യം കൂടെ ചെയ്യുകയാണ്. ഓരോ ദിവസവും പ്രാവശ്യം ചെയ്തതിനു ശേഷം പരിശോധിച്ച് നോക്കും, യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ മൊത്തത്തിൽ 8 പ്രാവശ്യം പ്ലാസ്മഫെറസിസ് ചെയ്തു. പക്ഷേ ഒടുവിൽ പപ്പ എടുത്ത് വന്ന് ഡോക്ടർമാർ വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ മാസങ്ങളോളം പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുക. ഓരോ ദിവസവും ഡോക്ടർമാർ രാവിലെ വരും, അവർ റൗണ്ട്സ് കഴിയും, പോകും. ഞാൻ വെന്റിലേറ്റർ, എനിക്ക് ശ്വാസം തരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം കോഴ്സ് മരുന്നുകളൊക്കെ എനിക്ക് ട്യൂബിലൂടെ അവർ തരുന്നുണ്ട്, ട്യൂബ് ഫീഡിംഗ് ഉണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ഇങ്ങനെ കിടക്കുമ്പോഴെല്ലാം, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴെല്ലാം ഞാൻ ദൈവമായിട്ട്, കർത്താവുമായിട്ട് സംസാരിക്കുകയാണ്. എന്റെ ഹൃദയം ദൈവസേനയിൽ പകരുകയാണ്. സംസാരിക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് നിന്റെ പദ്ധതി ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് ഒരു പ്ലാനാണോ? ഇങ്ങനെയൊക്കെ ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. 93 ഞാൻ മുംബൈയിലേക്ക് സ്ഥാനം കഴിഞ്ഞിട്ട് ജോലിക്ക് ചെന്ന സമയത്ത് കഞ്ചൂമർ IPC ചർച്ചിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരു കാത്തിരിപ്പ് നടക്കുക. അന്ന് അവിടെ ആയിരിക്കുന്ന പാസ്റ്റർ PV ജോൺ പാസ്റ്ററാണ്. പാസ്റ്റർ IPCയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ്. എന്നെ ആത്മീയമായിട്ടൊക്കെ കൈപിടിച്ച് നടത്തിയ ഒരു അനുഗ്രഹീത കർത്തൃദാസനാണ്. ആ ദൈവദാസൻ ആ സമയത്ത് ഞാൻ ജോലിയോടുകൂടെ അവിടെ ആയിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് യോഗത്തിന്റെ സമയത്ത് സഭയിൽ പരസ്യമായിട്ട് പറഞ്ഞു, ഒരു കാത്തിരിപ്പ് യോഗം ഉണ്ട്, ദൈവമക്കളെല്ലാം കടന്നുള്ള ഒരു പ്രവാചകം വരുന്നുണ്ട്, അതുകൊണ്ട് ആരും മാറിയിരിക്കരുത്, എല്ലാവരും ശുദ്ധീകരണത്തോടെ വരണം. ഇത് കേട്ടപ്പോൾ എന്റെ ചെറിയ പ്രായമല്ലേ, അപ്പൊ ഞാൻ ചിന്തി, കർത്താവ്, എന്തായാലും ഞാൻ അമേരിക്ക പോകുന്നില്ല, കാരണം എന്റെ കുറവല്ല, പ്രവാചകൻ വിളിച്ചു പറഞ്ഞാൽ എന്താ ചെയ്യും, അതുകൊണ്ട് ആ മീറ്റിങ്ങിന് ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നെക്സ്റ്റ് വീക്കെൻഡ് ആകാറായി. പെട്ടെന്ന് ഫ്രൈഡേ നൈറ്റ് തൊട്ട് മീറ്റിംഗ് തുടങ്ങുകയാണ്. അപ്പം ഫ്രൈഡേ മോർണിംഗില് എന്റെ പാസ്റ്റർ വിളിച്ചു, ഞാൻ ജോലി ചെയ്യുന്ന പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, വിനോജെ, മറക്കല്ല, വൈകിട്ടത്തെ മീറ്റിങ്ങിന് മസ്റ്റായിട്ട് വരണം. പാസ്റ്റർ ധിക്കരിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് മീറ്റിങ്ങിന് പോയി. അതൊരു സ്കൂളിലാണ് നടക്കുന്ന മീറ്റിംഗ്. ആ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലെ ബെഞ്ചിൽ, കാരണം അഥവാ ഈ പ്രവാചകൻ ശുശ്രൂഷിച്ച് എഴുന്നേറ്റ് വന്നാലും എന്റെ അടുത്ത് വരരുത്, അതിനോട് ഞാൻ ഏറ്റവും ബാക്കിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. കർത്തദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറന്നൊരിക്കുന്നൊരു 1/2-3 മണിക്കൂറായി കാണും. തന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പറന്ന് എന്റെ അടുത്തേക്ക് വരിക, എന്റെ അടുത്തേക്ക് വന്ന് എന്നെ തൊടുക. എന്നെ തൊട്ടിട്ട് പറയാണ്, അമ്മ തന്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നത് പോലെ ഞാൻ നിന്നെ പാലൂട്ടി വളർത്തുക. എന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടി നിന്നെ നല്ലവക മുന്തിരിവള്ളിയായി നട്ടിരിക്കുകയാണെന്ന് കർത്താവിന്റെ അരുളപ്പാട്. സ്തോത്രം. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് എന്തോ ഉപദേശിയാനുള്ള ദൂത് കണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ അന്ന് പാസ്റ്ററിന് കൈ പോലും കൊടുത്തില്ല. കാരണം എനിക്ക് എന്തോ ഒരു നാണക്കേട് പോലെ, കർത്താവ്, അയ്യോ, ഞാനൊരു ഉപദേശിയാകാനോ, എനിക്ക് എന്തോ ഒരു ഷെയിം പോലെ ഫീൽ ചെയ്തിട്ട് ഞാൻ എന്നാ ദൈവദാസന് കൈപോലും കൊടുക്കാതെ പോയി. പക്ഷെ ദൈവമക്കളോട് പറയട്ടെ, ദീർഘവർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മണക്കാലയിൽ MTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെന്റില് മണക്കാലം ഞാൻ MTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ ദൈവദാസൻ മണക്കാലയിൽ വരികയാണ്. ഞാൻ അദ്ദേഹത്തെ അകലേന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ ആത്മാ കണക്ട് ചെയ്യുക ആ ദൈവദാസനെ. പെട്ടെന്ന് ഞാൻ അടുത്തേക്ക് ചെന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്നെ മനസ്സിലായോ? പറഞ്ഞില്ല മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ, പാസ്റ്റർ, ഞാൻ ചോദിച്ചു, കഞ്ചുമാക്കിലെ 94-95 IPC ചർച്ചിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ദൂത് പറഞ്ഞ ഒരാളാണ് ഞാൻ, ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിലാണ് എന്ന് പറഞ്ഞു. ആ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ ദൈവദാസനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ആ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക, ഇവിടെ അന്ന് ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞതാണല്ലോ.
പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ 2ാമത്തെ ദിവസം വൈഫ് എന്നോട് ചോദിച്ചു കർത്താവിന്റെ വേലയെ കുറിച്ച്. പിന്നെ എല്ലാ ദിവസവും പപ്പ ഐസിയിൽ വരുമ്പോൾ പപ്പ എന്നോട് പറയാ, മോനെ മോനെ കർത്താവ് കണ്ടിരിക്കുക, മോനെ കർത്താവിന് വേണം, മോനെ കർത്താവിന് വേണം, മോൻ കർത്താവിന് വേലയ്ക്ക്. എന്റെ ഉള്ളിൽ ആകെപ്പാടെ ടെൻഷൻ. കർത്താവെ, അത് ഞാൻ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെ ഞാൻ മനസ്സിലാക്കും? ഞാൻ ഇങ്ങനെ കർത്താവുമായിട്ട് ആ കിടക്കിൽ കിടക്കുമ്പോഴെല്ലാം ഞാൻ കർത്താവുമായിട്ട് എന്റെ ഹൃദയം പകരുക. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്കറിയത്തില്ല അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ടോ, നിന്റെ വേല ചെയ്യാനുള്ള ക്വാളിറ്റി എനിക്കുണ്ടോ, എനിക്കറിയത്തില്ല കർത്താവെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും ആ കിടക്കയിൽ കർത്താവുമായിട്ട് ഇങ്ങനെ ഞാൻ എന്റെ ഹൃദയം പകർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4-4.5 മാസത്തോളമായി. ഒരു ദിവസം രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട്സ് കഴിഞ്ഞു. അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിന്റെ ഇടുപ്പം കൊണ്ട് കൂടാൻ തുടങ്ങി. എനിക്ക് വെന്റിലേറ്റർ ഓക്സിജൻ തരുന്നെങ്കിലും എനിക്ക് ശ്വാസം ഒട്ടും കിട്ടാത്തതുപോലെയായി. എന്റെ കണ്ണിന്റെ ദൃഷ്ടിയൊക്കെ മുകളിലേക്ക് പറഞ്ഞു. ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയായി ഭയങ്കരമായിട്ട് ഓക്സിജന്റെ കൗണ്ട് ബ്ലഡിൽ കുറയാൻ തുടങ്ങി. ഡോക്ടേഴ്സ് വന്ന് നോക്കുമ്പോഴേക്കും അപ്പൊ ഈ വെന്റിലേറ്റർ ഒരു അലാറം മുഴക്കുകയാണ്. എനിക്ക് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാതെ വന്നപ്പോൾ ഈ വെന്റിലേറ്റർ ഒരു അലാറം മുഴക്കുന്ന കേട്ടിട്ട് സിസ്റ്റേഴ്സ് വന്നു. അവർ മാക്സിമം ഓക്സിജൻ കൂട്ടിവെച്ച് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ നോക്കുമ്പോൾ ഈ ഒട്ടും ശ്വാസം കിട്ടാം. അദ്ദേഹം എന്നെ നെഞ്ചത്ത് പിടിച്ച് പ്രസ് ചെയ്ത് പറയുന്നുണ്ട്, വിനോജ്, നീ മരിക്കത്തില്ല, നീ വീണ്ടും ഗൾഫിലേക്ക് പോകും, നീ എത്ര ലക്ഷം ചെലവാക്കി അതിന്റെ ഇരട്ടി നീ ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കും, നീ നിന്റെ വൈഫും കൂടെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് പിടിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് പല ഡോക്ടേഴ്സ് വന്നു, അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എനിക്കിതെല്ലാം കേൾക്കാം, ഡോക്ടർ പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നുണ്ട്, കേൾക്കാം, പക്ഷെ പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല. ശ്വാസം ഒന്ന് കിട്ടിയിട്ട് വേണ്ടേ എന്തെങ്കിലും ഒന്ന് സ്തോത്രം. അവസാനം ബുദ്ധിമുട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സ് എന്റെ ഫയലും എടുത്തുകൊണ്ട് ഐസിയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഒരു സ്റ്റാഫ് റൂം ഉണ്ട്, അവിടേക്ക് എന്റെ ഫയലും കൊണ്ട് പോകുക. അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കും എന്റെ കണ്ണിന്റെ ദൃഷ്ടി വല്ലാതെ മുകളിലേക്ക് അങ്ങ് മറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ എന്താ പറയുന്നത്, ആൾക്കാർ മുമ്പിൽ നിൽപ്പുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് മാറുകയാണ്. എനിക്ക് ശബ്ദം കേൾക്കാം. അപ്പൊ ഈ ഡോക്ടർ പോകാൻ തുടങ്ങുമ്പോൾ എന്റെ അകത്ത് ഈ ഡോക്ടറുടെ ശബ്ദം അകന്നകന്ന് പോവുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ, കർത്താവ്, ഈ അവസാന സമയത്ത് ഡോക്ടർ ഇട്ടച്ചു പോകണല്ലോ എന്ന് എന്റെ മനസ്സിലൊരു പ്രയാസം. അപ്പൊ ആ സമയത്ത് ആ ഐസിയുവിന്റെ ഹെഡ് നേഴ്സ് ആയിട്ടിരിക്കുന്നത് ഒരു കന്യാസ്ത്രീയാണ്, സിന്ധ്യ സിസ്റ്റർ പേര്. ഇടയ്ക്കിടയ്ക്ക് എല്ലാം അവിടെ വരാറുണ്ട്. വരുമ്പോഴെല്ലാം എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ടി എന്നോട് പറയും, വിനോജെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒത്തിരി പേർക്ക് അന്ത്യകുർബാന കൊടുക്കുന്നുണ്ട്. ഈ സിസ്റ്റർ അച്ഛനും കൊണ്ട് വന്നിട്ട് കുർബാന കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് എന്നെ വന്ന് തട്ടിയിട്ട്, വേണ്ട, ഇത് നിനക്ക് ഞങ്ങൾ തരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പം ഈ അവസാന സമയത്ത് എനിക്ക് വളരെ ക്രിട്ടിക്കലായി എന്ന് അറിഞ്ഞപ്പോഴേക്കും ഈ സിസ്റ്റർ ഓടി എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വിനോജെ, നീ പ്രാർത്ഥിക്കുന്നവരെ ഈശോ ഒരിക്കലും കൈവിടത്തില്ല. എന്നോട് ആ ലാസ്റ്റ് മൊമെന്റിൽ ആ സിസ്റ്റർ പറഞ്ഞാണ്, വിനോജെ, നീ പ്രാർത്ഥിക്കുന്നവരെ ഈശോ ഒരിക്കലും കൈവിടത്തില്ല. എന്റെ ലൈഫിൽ ഞാൻ മറക്കത്തില്ല ആ വാക്ക്. അവസാനം അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് ആവശ്യങ്ങൾക്കായിട്ട് പോയി. അപ്പൊ ആ കിടക്കയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയം കർത്താവിന് സ്ഥലം പകരുകയാണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ കർത്താവെ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക തളർവാദ രോഗികളെ അങ്ങ് എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇന്നും അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ കർത്താവെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പൈതല, നീ എന്നെ സഹായിക്കണം. ഒടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കരത്തിലേക്ക് എന്നെ തരികയാണ്. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കരത്തിലേക്ക് എന്നെ തരികയാണ്. ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ, അന്നൊന്നും വേണ്ട പോലെ പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല, എനിക്കറിയാവുന്ന ഭാഷയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കേൾക്കണോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവരിക്കുവാൻ കഴിയാത്തതുപോലെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കത്തക്ക തലത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. എന്റെ 2 കാലിന്റെ വെള്ളം മുതൽ പൂർണ്ണമായിട്ട് തളർന്നു കിടക്കുകയാണ്. നഖങ്ങളെല്ലാം ഇളകിപ്പോയി, എന്റെ കൈകാലുകളിലെ നഖങ്ങളെല്ലാം ഇളകിപ്പോയി. അതുപോലെ കൈയുടെയും കാലിലെയും വെള്ളയിലെ തൊലികളെല്ലാം പപ്പടം പൊള്ളുന്ന ഇളകി പോയിരിക്കുകയാണ്. ശരീരത്തിൽ മാംസം എന്ന് പറയുന്ന സംഭവം എല്ലും തോലും മാത്രമാണ്. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ കിടക്കുക. പക്ഷെ ആ സമയത്ത് എന്റെ 2 കാല് തൊട്ട് എന്താ പറയുന്നത്, നമുക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ, എർത്ത് പാസ് ചെയ്യുന്നത് പോലെ എന്റെ 2 കാലിന്റെ വെള്ളം മുതൽ എന്റെ കാലിനൊരു തരിപ്പ് പോലെ തോന്നുകയാണ്. അതെന്റെ ഹോൾ ബോഡിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് എന്റെ ഹോൾ ബോഡിയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഉള്ളം കൊണ്ട് പറയുന്നു, കർത്താവേ, എന്റെ കാലിന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നല്ലോ, എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്റെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം വീണ്ടും ഞാൻ ആവർത്തിച്ച് എന്റെ ഹൃദയം കൊണ്ട് പറയാം, കർത്താവെ, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കും. ഇങ്ങനെ ഞാൻ പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കാലിന്റെ വെള്ളം മുതൽ ആ സ്പർശനം എന്റെ ഹോൾ ബോഡിയിലേക്ക് വ്യാപിക്കുമ്പോൾ തന്നെ എന്റെ വെയിറ്റ് എല്ലാം പോവുകയാണ്. പിന്നെ എനിക്ക് പുറമെ ഒട്ടും തന്നെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്ക് നല്ല ബോധമുണ്ട് ആ സമയത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യണം, എന്റെ കർത്താവ്, എന്റെ വെയിറ്റ് എല്ലാം പോയല്ലോ, എന്റെ ബെഡ് എല്ലാം ആടുവാണല്ലോ,
അപ്പൊ ഞാൻ വീണ്ടും കർത്താവേ എന്റെ വെയിറ്റ് എല്ലാം കംപ്ലീറ്റ് പോയല്ലോ. അപ്പം എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒടുവിൽ വീണ്ടും കർത്താവെ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അങ്ങയുടെ കാര്യത്തിലേക്ക് എന്നെ സമർപ്പിക്കുക എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് കർത്താവിനോട് ഇങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കല്ലേറ് ദൂരത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നടന്നു വരിക. അപ്പൊ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഒറ്റ ലുക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വരുന്ന ജസ്റ്റിസ് എന്നൊരു ബ്രദർ ഉണ്ട്. അദ്ദേഹം വൈറ്റ് ഓവർകോട്ട് ഒക്കെ ഇട്ട് സാധാരണ വരുന്നത്. അദ്ദേഹം വന്നാണ് എന്നെ ഫിസിയോതെറാപ്പി ഒരു ദിവസം ഒരു കുറഞ്ഞൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്യും. അപ്പം ഒറ്റ നോട്ടത്തിൽ അകലെ നിന്ന് കാണുമ്പോൾ എനിക്ക് തോന്നി അദ്ദേഹമാണെന്ന് തോന്നി. പക്ഷെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും ആ മുഖത്തിന്റെ ശോഭ ഭയങ്കരമായി, പിന്നെ ആ മുഖത്തിന്റെ ആ ഷേപ്പേ മാറി. ഞാൻ ആ സച്ച് എ ജോയസ് പേഴ്സൺ, ഹല്ലേലൂയ, എങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇത്ര സന്തോഷമുള്ള ഒരു മുഖം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അന്ന് വരെ. അത്ര സന്തോഷമുള്ള ഒരാൾ എന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത കൈയുടെ തോളിന്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട്, ഞാൻ ചില സമയത്തൊക്കെ വളരെ പ്രയാസത്തിലൊക്കെ ഇരിക്കുമ്പോൾ അമ്മ വന്നിട്ട് മോനെ വിഷമിക്കണ്ട, കർത്താവ് സഹായിക്കും, മോൻ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞൊരു ആർദ്രതയുടെ ഒരു ശബ്ദം ഉണ്ടല്ലോ, എ കമ്പാഷനേറ്റ് സോഫ്റ്റ് വോയിസ്. ഹല്ലേലൂയ. ഞാൻ കേൾക്കുന്ന ശബ്ദം കർത്താവിനോട് ഒന്ന് പറയാണ്, വൈദ്യശാസ്ത്രം എന്ത് വേണേലും പറയട്ടെ, നിന്റെ കൂടെ നിൽക്കുന്നവർ എന്ത് വേണേലും പറയട്ടെ, എന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ പ്രസ്താവിക്കും. ഞാൻ ഈ ശബ്ദം കേട്ടു. പിന്നെ ഞാൻ ഈ ആളിനെ കാണുന്നില്ല. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ പ്രസ്താവിക്കും. പെട്ടെന്ന് ഈ ശബ്ദം കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ ആളിനെ കാണുന്നില്ല. പക്ഷെ സംഭവിക്കുന്ന അടുത്തൊരു കാര്യം, ഇത്ര അടുത്ത്, നമ്മുടെ ഒരു 6 ഇഞ്ച് നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ മുഖത്തോട്ട് ഒരാൾ ഊതിയ എങ്ങനെ ഇരിക്കും, അതുപോലൊരു കാറ്റ് എന്റെ മുഖത്തേക്ക് വന്നിട്ട് എന്റെ അകത്തേക്ക് അങ്ങ് ഇറങ്ങി. എന്റെ മൂക്കിലൂടെയും എന്റെ വായിലൂടെയും ആ കാറ്റ് എന്റെ അകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇത്രയും നാളും എന്റെ പെടലിക്ക് കീഴ്പോട്ട് ആരോ എന്തോ ഹ്യൂജ് വെയിറ്റ് വെച്ചിട്ട് അനങ്ങാൻ കഴിയാതെ സ്റ്റിഫായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ കിടന്ന സ്ഥാനത്ത് പെട്ടെന്ന് ആരണ്ട് വന്നിട്ട് ആ വെയിറ്റ് എടുത്ത് മാറ്റുന്ന പോലെ ഒരു റിലാക്സേഷൻ ഹോൾ ബോഡി ഞാൻ ഫീൽ ചെയ്തു. കേൾക്കണോ ദൈവമക്കളെ, ദാറ്റ് സ്പോട്ട് ഇറ്റ് സെൽഫ്, ആ നിമിഷത്തിൽ തന്നെ അവന്റെ അത്ഭുത സൗഖ്യം എന്റെ മേൽ വ്യാപരിക്കാത്തോ, അത്ഭുത വിടുതൽ കർത്താവിന്റെ മേൽ അയക്കുകയാണ്. ആ ഭാരം എന്റെ മേൽ ആരും പെട്ടെന്ന് വന്ന് എടുത്തു മാറ്റുന്നത് പോലെ എന്റെ ഹോൾ ബോഡിയിൽ നിന്ന് ഒരു ഭാഗം പോലും മാറാതെ എല്ലായിടത്തും നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് പോലെ ഞാൻ ഫീൽ ചെയ്തു. ആ നിമിഷത്തിൽ വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട്, ഡോക്ടർമാരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വിടുതലിന്റെ സ്പർശനം എന്റെ മേൽ വെളിപ്പെട്ടു. കേൾക്കണോ, ആ നിമിഷം മുതൽ മിനിറ്റ് ആഫ്റ്റർ മിനിറ്റ്, അവേഴ്സ് ആഫ്റ്റർ അവേഴ്സ്, ഓരോ മിനിറ്റ് കഴിയും തോറും എന്റെ ശരീരത്തിന് ഇമ്പ്രൂവ്മെന്റ് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലേ, ആ കാലിന് ചെറിയ തരിപ്പോല് വന്ന് പറഞ്ഞില്ലേ, കാലിന്റെ വെള്ളം മുതൽ തുടങ്ങി അതിന്റെ ഹോൾ ബോഡിയിലേക്ക് വ്യാപിച്ചു. ആ ഒരു തരിപ്പ് പിന്നെ എന്റെ ഹോൾ ബോഡിയിൽ കുറെ നേരത്തേക്ക് നിൽക്കുക. എന്റെ ഈ മാംസഭാഗങ്ങളൊക്കെ, കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കിടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്റെ തൊടഭാഗങ്ങള്, കാലിന്റെ തൊടയുടെ ഭാഗങ്ങള്, കാലിന്റെ വണ്ണയുടെ ഭാഗങ്ങളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അത് മിനിറ്റുകൾ കഴിയും തോറും ആ വൈബ്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കുക. ചുരുക്കി പറയട്ടെ, എവിടെയൊക്കെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ നിർവീര്യമായി പോയോ അല്ലെങ്കിൽ നിർജീവമാക്കപ്പെട്ടു പോയോ അവിടെ എല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങുകയാണ്. സ്തോത്രം. അടുത്ത ദിവസത്തിലേക്ക് വന്നു. ആമേൻ. അതിനുശേഷം പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യം, അന്ന് ഈ സംഭവം എല്ലാം കഴിഞ്ഞു. വീണ്ടും എനിക്ക് വെന്റിലേറ്റർ ഓക്സിജൻ തരുന്നത് ക്ലിയർ ആയി. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ വിനോജിന് വീണ്ടും ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓടി അദ്ദേഹം എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ എന്നെ തട്ടിയിട്ട് പറഞ്ഞാ, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഡോക്ടറോട് ഭയങ്കര ആവേശത്തോടെ, എനിക്ക് സിസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് ഈ കാര്യം കാണാൻ വന്നപ്പോൾ ഞാൻ സിസ്റ്ററെ കണ്ണുകൊണ്ട് അങ്ങേ കാണിക്കുകയാണ്, സിസ്റ്ററെ കർത്താവിന്റെ അടുത്ത് വന്നു, എന്നെ തൊട്ട് ഇനി ഞാൻ മരിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ഒരു പറയാൻ ശ്രമിക്കുക. അപ്പൊ എനിക്ക് ട്രക്യോസ്റ്റമി ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നാക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ആവേശം ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുക, സിസ്റ്ററെ കർത്താവിന്റെ അടുത്ത് വന്നു, യേശുവിന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു, എന്നോട് പറഞ്ഞു നീ മരിക്കത്തില്ല, ഇനി നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ ഇങ്ങനെ ഞാൻ ഇവരോട് പറയാൻ ശ്രമിക്കുക. അപ്പം ഈ സിസ്റ്റർ പിടികിട്ടിയില്ല. അവസാനം ഡോക്ടർ വന്ന് ഞാനിത് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഡോക്ടർ സിസ്റ്ററോട് പറയാണ്, വിനോജ് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാം, ഡോക്ടറെ കർത്താവിനെ തൊട്ടു, ഞാൻ മരിക്കത്തില്ല, ഡോക്ടറെ ഇങ്ങനെ എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ഡോക്ടറോട് പറയാൻ ശ്രമിക്കുക. കുറച്ചു കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. ദൈവം കൊണ്ട് പറയട്ടെ, കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൈയുടെ ഈ ഒരു ചലനം പോലും ഇല്ലാതെ കിടന്ന കാലുകളാന്ന് ഓർക്കണം. എന്റെ ഈ കൈയുടെ ഈ വണ്ണയുടെ ഈ ഭാഗങ്ങൾ മസിൽസ് ഈ ഭാഗങ്ങളൊക്കെ അല്ലാതെ ചലിക്കാൻ തുടങ്ങുകയാണ്.
ഒരു പിടയ്ക്കുന്ന പോലൊക്കെ തുടങ്ങുകയാണ്. ചുരുക്കം പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോഴേക്കും എന്റെ കണ്ണിന്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു മാറ്റിയിട്ട് എന്റെ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ എന്റെ അകത്തൊരു ആഗ്രഹമാണ്, ഞാൻ അനക്കി നോക്കി കയ്യോ കാലോ അനങ്ങുന്നുണ്ട്. അന്ന് ഇതുപോലെ പതിവ് പോലെ ഞാൻ കൈയും കാലും അനക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ കാല് തന്നെ എനിക്ക് പൊക്കാൻ പറ്റുന്നു, കൈ പൊക്കാൻ പറ്റുന്നു. ഞാൻ പെട്ടെന്ന് കൈയൊക്കെ പൊക്കി കാലൊക്കെ പൊക്കി കാണിക്കുക, സിസ്റ്ററിനെ കാണിക്കുക, എങ്ങനെയാലും സിസ്റ്റർ ഒന്ന് കാണണം. അവസാനം ഞാൻ കൈയും കാലും ഒക്കെ ഒന്ന് പൊക്കി കാണിച്ചു. അവർ ഓടി വന്നു, ഇത് കണ്ടു. ഓ വിനോജെ, നിനക്ക് മൂവ്മെന്റ് ആരംഭിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോക്ടർ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, വിനോജിന് മൂവ്മെന്റ് ആരംഭിച്ചു, കൈകാലുകളെല്ലാം ചലിക്കാൻ തുടങ്ങി. വേഗത്തിൽ പുള്ളിക്കാർ റൗണ്ട്സ് വന്നു നോക്കി. ഭയങ്കര സന്തോഷമായി. ഹല്ലേലൂയ. ഭയങ്കര ചുരുക്കപ്പെട്ട മക്കളെ, പിന്നെ മിനിറ്റുകൾ കഴിയും തോറും, ആഴ്ചകൾ കഴിയും തോറും വേഗത്തിൽ കർത്താവിന്റെ വിടുതൽ അവർ കാണത്തക്ക തലത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ 4 മാസവും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ വെന്റിലേറ്റർ ഒക്കെ എടുക്കുകയാണ്. വെന്റിലേറ്റർ എടുക്കുമ്പോൾ പുറമേയുള്ള ട്യൂബെല്ലാം ഊരി അകത്തേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ട്രക്കിയോസ്റ്റമി ട്യൂബ് അകത്തോട്ട് ലങ്സിലേക്ക് ഘടിപ്പിച്ച ട്യൂബ് അവർ എടുക്കാൻ നോക്കിയപ്പോഴേക്കും അതിന് ചുറ്റും മാംസം വളർന്ന് വോക്കൽ കോഡ് കയറി ജാമായിട്ടിരിക്കുക. ഒട്ടും അവൻ ഇളകാതെ ട്യൂബൂരി എടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു എമർജൻസി ഓപ്പറേഷൻ വേണം, ഓൾറെഡി അവന്റെ വോക്കൽ കോഡ് കംപ്ലീറ്റ് തകരാറിലായിരിക്കുകയാണ്, ഇനി സംസാരിക്കാൻ പറ്റത്തില്ല, ഇനിയും അഥവാ ഇനി ഒരു ഓപ്പറേഷനോട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ കേൾക്കണം, അടുത്ത ദിവസം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. എന്റെ സാങ്ഷൻ മേടിച്ചു, വൈഫിന്റെ പെർമിഷൻ മേടിച്ചു, പപ്പായുടെ പെർമിഷൻ മേടിച്ചു. ഈ ട്രക്കിയോസ്റ്റമി ട്യൂബ് എടുക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം രാവിലെ കൊണ്ടുപോകാൻ തയ്യാറാകുക. പക്ഷേ ആ രാത്രി ഞാൻ കിടക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത്രത്തോളം എനിക്ക് സൗഖ്യം തന്നിട്ട് എന്റെ സംസാരശേഷി പോയാൽ അത് ഒരിക്കലും നിനക്ക് മഹത്വമാകത്തില്ല. ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഇത്രത്തോളം എന്നെ സൗഖ്യമാക്കിയിട്ട് എന്റെ സംസാരശേഷി പോയാൽ അത് ഒരിക്കലും നിനക്ക് മഹത്വമാകത്തില്ല. അതുകൊണ്ട് എന്റെ സംസാരശേഷി എനിക്ക് മടക്കി തരണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം, അന്ന് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ കർത്താവിനോട് എന്ത് പറഞ്ഞു, അതേ ശബ്ദം കേൾക്കുക. വൈദ്യശാസ്ത്രം എന്ത് വേണമെങ്കിലും നിന്നോട് പറയട്ടെ, നിന്റെ കൂടെ നിൽക്കുന്നവർ എന്ത് വേണമെങ്കിലും പറയട്ടെ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ മഹത്വത്തെ പ്രസ്താവിക്കും. അപ്പം ഈ ശബ്ദം എന്റെ അകത്ത് ആ സമയത്ത് വീണ്ടും കേൾക്കുകയും, അപ്പൊ എന്റെ അകത്ത്, കർത്താവേ, നിന്റെ മഹത്വത്തെ പ്രസ്താവിക്കാൻ എനിക്ക് എന്ത് വേണം? എനിക്ക് സംസാരിച്ചു വേണമല്ലോ. ആ വാക്കിനെ ഞാൻ മുറുകെ പിടിച്ചു. അന്ന് രാവിലെ ഏകദേശം ഒരു 5-5:30 ആയപ്പോഴേക്കും സിസ്റ്റേഴ്സ് വന്നു. വേഗത്തിൽ എന്നെ സ്പഞ്ച് ചെയ്തു, എന്നെ ക്ലീൻ ചെയ്തിട്ട് വേഗത്തിൽ തിയേറ്ററിലേക്ക് ഒന്ന് ഡ്രസ്സൊക്കെ ഇടിച്ചു, സ്ട്രക്ചറിൽ കയറ്റിക്കിടത്ത് വേഗത്തിൽ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിയേറ്ററിൽ കൊണ്ടുവന്നു. ഞാൻ ആ സ്ട്രക്ചറിൽ എന്നെ കൊണ്ടുവന്ന സ്ട്രക്ചറിൽ തന്നെ അവിടെ കിടക്കുമ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വിനോദ് അവിടേക്ക് വന്നു. അദ്ദേഹം വന്നു, എടാ വിനോദ്, ഞാൻ നിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ ആ സ്ട്രക്ചറിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹം വന്നിട്ട് എന്റെ ഈ ട്രക്കിയോസ്റ്റമി ട്യൂബിൽ ഒന്ന് പിടിച്ചു നോക്കി. ആ ട്യൂബ് ഊരിഞ്ഞു പോരുന്നു. ആ തലേദിവസം ഓൾറെഡി ഡോക്ടർമാർ പറഞ്ഞു, ചുറ്റും മാംസം വളർന്ന് വോക്കൽ കോഡ് ജാമായി, അത് ഊരണമെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ വേണം, മാംസം വളർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആ ട്യൂബ് ഓപ്പറേഷൻ കൂടാതെ തിയേറ്ററിൽ വെച്ച് ആ ട്യൂബ് ഊരിഞ്ഞു പോരുന്നു. ഡോക്ടർ പറഞ്ഞു, ആരുടെ നിനക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്ത് ഒന്നുകൂടെ നോക്കി. എടാ, നിന്റെ എക്സ്റേ കണ്ടാൽ പറയുമല്ലോടാ, മൊത്തം വോക്കൽ കോഡ് ജാമാണ്, മൊത്തം ചുറ്റും മാംസം വളർന്നിരിക്കുകയാണ്, എടാ ഇതൊരു മിറക്കിൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം വേഗത്തിൽ അദ്ദേഹം കുറെ കോട്ടൺ എടുത്തിട്ട് എന്റെ ഈ ട്രക്കിയോസ്റ്റമി ഹോള് അദ്ദേഹം അടച്ചു പിടിച്ചു. എന്നോട് പറഞ്ഞു, വിനോദ, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി, നീ എന്നെ വിടുവിച്ചതിനായി നന്ദി, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഉറക്ക ദൈവത്തെ സ്തുതിക്കുക. ഈ ഡോക്ടർ പറയാ, വിനോദ, നിന്റെ വോക്കൽ കോഡിന് ഒരു തകരാറുമില്ല, നിന്റെ വോക്കൽ കോഡിന് ഒരു കംപ്ലൈന്റും ഇല്ലല്ലോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, കർത്താവിനെ തൊട്ടതാന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഡോക്ടറെ, കർത്താവിനെ തൊട്ടതാ. അവസാനം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു ഇത്രയും മാസം ഈ ഹോൾ എങ്ങനെ തുറന്നു കിടന്നത് കൊണ്ട് അതിന്റെ ഇനി അതിന്റെ ഹോൾ അടയണമെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി ഹോൾ അടയാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ പറഞ്ഞു, 2-3 ദിവസം നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ഇടാമെന്ന്. ചുരുക്കി പറയട്ടെ, ഒരു സ്റ്റിച്ച് ഇടേണ്ട വന്നില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ താനെ ഹോൾ വന്ന് അടഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും വെറുതെ കളയാതെ ഞാൻ എന്റെ കർത്താവിനെ വാനോളം ഉയർത്തുകയാണ്. ഇന്ത്യയിലും ലോക രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ ഓരോ കോണുകളിലും വിവിധ ഭാഷക്കാരുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ ഓടി നടന്ന് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മുമ്പിൽ അസാധ്യതകളെന്ന് തോന്നത്തക്ക തലത്തിൽ സാഹചര്യം മുഴുവൻ എതിരായിരിക്കാം, പ്രതിസന്ധികൾ വലുതായിരിക്കാം, പൈശാചിക വെല്ലുവിളികൾ നിങ്ങളുടെ കൂടാരത്തിനെതിരെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരിക്കാം, മുന്നോട്ട് നോക്കിയിട്ട് ഒരു സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടായിരിക്കാം, നാട്ടുകാർ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ അതൊന്നും വിശ്വസിക്കരുത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ വിഷയത്തിന്മേൽ കർത്താവിന്റെ കരം വെളിപ്പെടും. കേട്ടോ, എന്നെ ഈ ട്രക്കിയോസ്റ്റമി ട്യൂബെല്ലാം എടുത്തു. എന്റെ മൂക്കിലെ ട്യൂബെല്ലാം 5 മാസം 27 ദിവസം ഞാൻ മൂക്കിലെ ട്യൂബെല്ലാം എടുത്തു. ഞാൻ നോർമലായിട്ട് കഴിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, കൈകാലുകളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി, എഴുന്നേൽക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. അവസാനം എന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഏകദേശം 6 മാസമായി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോൾ എന്നെ വീൽ ചെയറിലാണ് OP യിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന്
എന്നെ ഒ പിയിലേക്ക് ഡോക്ടർ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. എന്റെ വൈഫ് എന്നെ വീൽ ചെയറിൽ ഒ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഷിബയെ നോക്കിയിട്ട് ഡോക്ടർ പറയാണ്, ഷിബ, നിനക്ക് വിനോദിനെ തിരിച്ചു കിട്ടിയല്ലോ. എങ്കിലും അവൾ പഴയതുപോലെ ഓടാനോ ചാടാനോ എഴുതാനോ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, നിന്റെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ഷിബയോട് പറയാം. അപ്പൊ ഞാൻ ഡോക്ടറെ 2 മാസം കഴിയുമ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വരും, അപ്പൊ ഡോക്ടർ നോക്കണം എനിക്ക് എങ്ങനെയുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡോക്ടർ നോക്കേടാ, സന്തോഷത്തോട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് മേടിച്ചു, വീട്ടിലേക്ക് വന്നു. പിന്നെ തുടർമാനമായിട്ട് കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുന്നത് വീൽ ചെയറിലല്ല, ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് പോലെ നല്ല ആരോഗ്യവാനായി, സ്തോത്രം, ഞാൻ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നു ടിക്കറ്റ് ഒക്കെ എടുത്തു, OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നഴ്സ് എന്നെ പെട്ടെന്ന് കണ്ടു. ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടർ വിനോദ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ ആ ഒ പിയിലേക്ക് നടന്ന പാനൽ ഡോറൊക്കെ തുറന്ന ഒ പിയിലോട്ട് നടന്ന് കയറി ചെല്ലുമ്പോൾ കസേര ഡോക്ടർ ചാടി എഴുതി അദ്ദേഹം പറയും, ഓ ദിസ് ഈസ് ഗ്രേറ്റ്, ദിസ് ഈസ് ഗ്രേറ്റ്. എന്നോട് പറഞ്ഞു, വിനോദ് കൈയൊക്കെ നോക്കി. ഞാൻ കൈയൊക്കെ പൊക്കി നന്നായിട്ട് നടന്ന് കാണിച്ചു, ഓടി കാണിച്ചു. അദ്ദേഹം പറയുക, ഇത് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. കേൾക്കണോ? അവസാനം ഡോക്ടറിനോട് ചോദിച്ചു, വിനോദ് നിന്റെ പ്ലാൻ ഇനി എന്താ? എന്നോട് ചോദിച്ചു, ഇനി നിന്റെ പ്ലാൻ എന്തുവാ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ 10-18 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലും മറ്റു ചെലവുകളെല്ലാമായിട്ടായി, എന്നിട്ടും സൗഖ്യമില്ലാതെ കിടന്ന സ്ഥാനത്ത് ഒരു നൊടി നേരം കൊണ്ട് കർത്താവിനെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ജോലി രാജിവെച്ചിട്ട് ഞങ്ങൾ സുവിശേഷം ബൈബിൾ കോളേജിൽ പോയി ബൈബിൾ പഠിക്കാൻ പോവാ. എന്നിട്ട് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നു. എടുത്ത വായിൽ ഡോക്ടറിനോട് ചോദ്യം, അപ്പൊ നിന്റെ ഈ കടമെല്ലാം ആര് വീട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു, വിരൽ ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം അത് കണ്ടുകൊണ്ട് പറഞ്ഞു, ഓക്കേടാ. എന്റെ കൈ പുറത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഓക്കെ ഗുഡ്, സന്തോഷത്തോടെ പോയി ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു. കേൾക്കണോ? അന്ന് മുതൽ ഇന്ന് വരെയും മണക്കാലയിൽ ഞാൻ വേഗത്തിൽ 2001 മണക്കാലയിൽ ജോയിൻ ചെയ്തു. ദൈവവചനം പഠിക്കാൻ കയറി. ഇന്ന് കർത്താവിന്റെ കൃപയാൽ മാസ്റ്റേഴ്സ് എടുത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏകദേശം ഇന്ത്യയിലെ ഏകദേശം 7 സ്റ്റേറ്റിൽ ഏകദേശം 80ഓളം ചർച്ചകൾ കർത്താവിന്റെ വലിയ കൃപ ഞങ്ങൾക്കുണ്ട്. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ വേർതിരിച്ചു. അതിനിടയിൽ ഉണ്ടായ 1-2 കാര്യം കൂടെ പറയാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ഏകദേശം ഒരു മാസമായി. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എന്റെ സാഹചര്യങ്ങളെല്ലാം ഒന്നിനൊന്നിനും പ്രതികൂലത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് ഒന്നും കാണുന്നില്ല സാധ്യത ഡോക്ടർമാർക്ക് പറയാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഷീബയ്ക്ക് ഒരു തലകറക്കം. പെട്ടെന്ന് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറയുന്നു ശിവ പ്രഗ്നന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത് കേട്ടപ്പോൾ ഉള്ള ടെൻഷൻ, കർത്താവ് ഓൾറെഡി എന്റെ കേസിനകത്ത് സാധ്യതയില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഓൾറെഡി ശിവ പ്രഗ്നന്റ് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ആകെപ്പാട് ടെൻഷൻ. ശിവയുടെ ഫാമിലിയില് വിശ്വാസത്തിൽ അല്ലാത്ത ചില പ്രിയപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞു, മോളെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കള, ഇവൻ രക്ഷപ്പെടത്തില്ല, നിനക്കേലും രക്ഷപ്പെടാം. മക്കളെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് നിനക്കേലും രക്ഷപ്പെടാം, ഇവൻ രക്ഷപ്പെടത്തില്ല, മോക്കേലും രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ശിവ അതിനൊന്നും തയ്യാറായില്ല. അങ്ങനെ കർത്താവിനൊക്കെ തന്ന മൂത്ത മകളാണ് കിസിയ. അവൾ ഇപ്പോൾ ഓൾറെഡി നല്ല മെഡിക്കൽ കുട്ടിയായിട്ട് ഫിസിഷ്യൻ അസിസ്റ്റന്റ് കംപ്ലീറ്റ് ചെയ്ത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഓർത്തോ അസിസ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവിന്റെ വലിയ കൃപ ജോലി നോക്കുന്നു. ഞാൻ പറയാൻ വന്നത്, അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നെങ്കിൽ അതിനിടയിലും ദൈവം ഞങ്ങൾക്ക് വലിയ വലിയ സന്തോഷങ്ങൾ നൽകാൻ തുടങ്ങി. അതിനുശേഷം ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് എനിക്ക് രണ്ടാമത്തെ മകൾ ഉണ്ടാകുകയാണ്. അവള് ശേബമോളാണ്. അവള് ഇന്ന് കർത്താവിന്റെ വലിയ കൃപ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മിടുക്കിയായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അവരെല്ലാം 3 മക്കളും, ഇളയത് മോനാണ്. അവന് കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് കർത്താവിന്റെ പ്രയോജനപ്പെടത്തക്ക തലത്തിൽ കർത്താവ് ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റി. എന്റെ പപ്പയും അമ്മയും കൂടെ ഉണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ചെയ്ത വേലയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാം കൂടെ നിന്ന് ഞങ്ങളുടെ ഉയർച്ച സന്തോഷിക്കുക. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയാൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ കർത്താവിന് നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ കർത്താവ് വിടുതൽ തന്നു. അന്ന് മുതൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. ചർച്ച് പ്ലാന്റിങ്ങിലാണ് ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്നത്. കൂടുതലും ചർച്ച് പ്ലാന്റിങ്ങിലാണ്. പ്രേക്ഷിത പ്രവർത്തനത്തോട് ബന്ധത്തിൽ കർത്താവ് എന്നെ വിളിച്ച വിളി മനസ്സിലാക്കി ഞങ്ങൾ ആ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തിരുവല്ല സിറ്റിയിലെ 2008 ഒരു വേല നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ സീനിയർ ശുശ്രൂഷനായിട്ടും ഞാൻ കർത്താവിന്റെ കൃപയാൽ ആയിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എടുക്കുന്ന സന്ദർഭമാണ് കർത്താവിനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ മർത്തോമ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ സ്നാനം ജീവിതത്തിൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചൊരു സന്ദർഭം ജീവിതത്തിലുണ്ടായി. അപ്പോൾ തന്നെ ആ നല്ല ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു.
പിന്നീട് മുന്നോട്ടിങ്ങോട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അപ്രതീക്ഷിതമായി, പ്രത്യേകിച്ച് കുടുംബസ്ഥനാകുന്നു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, കുടുംബസ്ഥനായി അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ അങ്ങോട്ട് തുടങ്ങി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്നതായ അതീവ ഗുരുതരമായ മരണത്തിലേക്ക് നയിക്കപ്പെട്ടതായ, വെന്റിലേറ്ററിൽ 5 മാസത്തോളം കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്ന് സ്വാഭാവികമായിട്ട് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഒരു പക്ഷെങ്കിൽ തോന്നും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഒരു പക്ഷെങ്കിൽ കേൾവിക്കാരിൽ പല പ്രിയപ്പെട്ടവരും പല കഷ്ടങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, മരണകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാവും. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ട്, മറുപടിയില്ലാത്ത ചോദ്യമാണ്. അങ്ങനെയുള്ളവരോട് ദൈവദാസൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ചിട്ട് എന്താണ് ഒരു വാക്കിൽ ഒരു മറുപടി ഒന്ന് പറയാമോ? പാസ്റ്റർ പറഞ്ഞ ചോദിച്ച ചോദ്യം വളരെ 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 വാലിഡ് ആയിട്ടുള്ള ചോദ്യം. ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ 43-ാമത്തെ ദിവസം ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ, ആംബുലൻസിൽ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച സെയിം ചോദ്യം, കർത്താവെ, എന്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, കർത്താവിന്റെ മകനായി കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു, കർത്താവിന്റെ നിലകൊള്ളുവേ, എന്തുകൊണ്ടാണ് ഈ പ്രതികൂലത്തിന്റെ കാറ്റ് എന്റെ ജീവിതത്തിൽ അടിക്കാൻ കാരണം? ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം. ദൈവമക്കളെ, ഞാൻ എൻ്റെ ലൈഫിൽ കർത്താവിനോട് പഠിപ്പിച്ച ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് നമ്മളെ ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തി വിട്ടു എന്ന് നമുക്ക് തോന്നുമ്പോൾ, ആ സാഹചര്യത്തിനകത്ത് കർത്താവിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. എൻ്റെ ലൈഫിൽ ഇന്ന് ഞാൻ മീറ്റ് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേക പ്രിയപ്പെട്ടവർ, തകർന്നു കിടക്കുന്ന അനേകരെ കാണാറുണ്ട്. ഇപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ധൈര്യത്തോട് അവർക്ക് ഉറപ്പ് കൊടുക്കത്തക്ക തലത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് അനുഭവങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ കർത്താവോട് ചോദിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എനിക്കുണ്ടായത്? ഞാൻ എന്നാ തെറ്റാ ഞാൻ ചെയ്തത്? ഞാൻ വല്ല പാപം ചെയ്തിട്ടാണോ? എന്തുകൊണ്ടാ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. പക്ഷെ എനിക്ക് കർത്താവിനെ ഗ്രഹിപ്പിച്ചെന്ന ഒരു കാര്യം, ഒരിക്കലും ഈ പ്രതികൂലം നമുക്കെതിരെ ഇട്ടത് ദൈവമൊന്നുമല്ല, ദുഷ്ടപിശാചാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരാൾ വരുമ്പം ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ആ വ്യക്തി നടക്കാതിരിക്കാൻ ദുഷ്ടപിശാച് അതിന്റെ സകല പദ്ധതികളും പ്ലാനുകളും അവൻ ഒരുക്കും. എന്നാൽ അതിന്റെ നടുവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വന്ന് നമ്മെ എല്ലാ വിധത്തിലും പ്രിപ്പയർ ചെയ്ത് ഒരുക്കി നമ്മളെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ആ ശത്രുവിന് ജയം തന്നാണ് നമ്മെ കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തുന്നത്. ഞാൻ പറയട്ടെ, എൻ്റെ ചെറിയ പ്രായം മുതൽ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത് വരെ അല്ലല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. പക്ഷെ 93 വിശ്വാസി വന്നു. അതിനുശേഷം 95 മുതൽ ഏകദേശം 2007 നവംബർ മാസം 3-ാം തീയതി വരെ ഞങ്ങൾ പോയ വഴികൾ ഭയങ്കര വഴികളായിരുന്നു, കഠിന ശോധനകളുടെ വഴികളായിരുന്നു. പക്ഷെ വേണമെങ്കിൽ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, പത്രോസ് പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് വേണേൽ പറയാം. അതുപോലുള്ള പ്രതിസന്ധി, സാമ്പത്തിക മേഖല മുഴുവൻ തകർന്നു, കടക്കാർ ഉണ്ടായിരുന്ന മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു, ശാരീരികമായിട്ട് സുഖമില്ലാത്ത അനുഭവത്തിലേക്ക് വരുന്നു. ഇങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചപ്പോൾ ആ മേഖലകളിലെല്ലാം ദൈവം ഞങ്ങളെ അസാധാരണമായ തലത്തിൽ വിടുവിച്ച് ഇന്ന് കർത്താവിനോട് നിർത്തിയിരിക്കുക. അപ്പം ഞാൻ പറയാൻ വരുന്ന കാര്യം, പാസ്റ്റർ ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കർത്താവിന് വേണ്ടി സഹനപ്പെടുന്നതിന് മുമ്പ് പ്രശ്നം ഇല്ലായിരുന്നല്ലോ, അല്ലേ? ശരിയാണ്. കാരണം എന്താ? കാരണം നാം കൃപയിലേക്ക് വരുമ്പോൾ പൈശാചികമായിട്ടുള്ള എല്ലാ അടിമത്തത്തെയും പൊട്ടിച്ച് നമ്മൾ പുറത്തു വരുമ്പോൾ ശത്രുവിനത് ഒട്ടും സഹിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, ഈ പ്രതിസന്ധിയെല്ലാം നീയാണോ എനിക്ക് ഇട്ടത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, അല്ല, നിനക്കൊരു എതിരാളിയുണ്ട്. എന്നോട് കർത്താവ് പറയാ, നിനക്കൊരു എതിരാളിയുണ്ട്. അന്നൊന്നും എനിക്ക് ബൈബിൾ വേണ്ട പോലെ അറിയത്തില്ല. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്കൊരു എതിരാളിയുണ്ട്. ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവോട് ചോദിച്ചു, കർത്താവേ, ഈ പ്രതിസന്ധി ഇത്രത്തോളം എനിക്കെതിരെ നീ കൊണ്ടുവരുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, പ്രതിസന്ധി കൊണ്ടുവരുന്ന ഞാനല്ല, നിനക്കൊരു എതിരാളിയുണ്ട്, ശത്രുവാണ് പ്രതിസന്ധി കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ ചിന്ത, ഞങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും വിചാരിച്ചു. എതിരാളിന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു പാപ്പച്ചാനുണ്ട്, ജോസ്റ്റാനുണ്ട്, ഒരു അനീച്ചാന്റെ കുടുംബം. ഞാൻ ചേട്ടാ, ഇവരൊക്കെ എന്തിനാടാ എനിക്ക് ദോഷം വരുത്തുന്നത്? ഞാൻ ചിന്തിക്കുക, എടാ, ഞങ്ങളോട് ഇത്ര ദോഷം ചെയ്യാനായിട്ട് ഞങ്ങൾ അവരോടൊന്നും ഇങ്ങനെ ചിന്തിച്ചത്. പക്ഷെ വീണ്ടും കർത്താവിന്റെ വചനത്തോട് ചേർന്ന് ഞാൻ ഇരിക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ എതിരാളി മനുഷ്യരല്ല, അദൃശ്യ മണ്ഡലത്തിൽ നിൽക്കുന്ന പൈശാചിക മേഖല എന്ന് കർത്താവിനോട് വളർന്നു. അപ്പൊ എനിക്ക് പേടിയാ, കർത്താവ്, അയ്യോ, അത്ര ശത്രുവാണോ? എതിരാളി പൈശാചികമാണോ?
വെല്ലുവിളി പിശാചിന്റെ മണ്ഡലത്തിൽ നിന്നാണോ? അപ്പൊ എനിക്ക് പേടി. കർത്താവെ, അങ്ങനെയാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത്, കർത്താവെ എങ്ങനെ എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും? അപ്പോൾ കർത്താവ് പറഞ്ഞു, മൈ പവർ ഈസ് അവൈലബിൾ ഫോർ യു. എന്റെ ശക്തി നിനക്ക് അവൈലബിൾ ആണ്. അന്ന് മുതൽ ഞാൻ കർത്താവിന്റെ വചനത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങി. പെർ ഡേ 40 ചാപ്റ്റർ വെച്ച് വായിക്കുക ബൈബിൾ. 30 ദിവസമുള്ള ഹോൾ ബൈബിൾ വായിച്ചു തീർക്കുമായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൈവത്തിന്റെ വചനം എന്റെ അകത്ത് ശക്തിയായി വെളിപ്പെടാൻ തുടങ്ങി. എന്റെ എല്ലാ മേഖലകളിലും കർത്താവിനെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ഏതൊക്കെ മേഖലകളിൽ ശത്രു ഞങ്ങളെ അടിച്ചമർത്തിയോ ആ മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റങ്ങൾ കർത്താവ് കൽപ്പിച്ചു. ഇന്ന് നിങ്ങളോട് പറയട്ടെ, കടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് സാമ്പത്തിക മേഖലയെല്ലാം തകർന്ന് 6.5 സെന്റും ഒരു കൊച്ചു വീടുമാണ് ഞങ്ങൾ അവശേഷിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടു, വിറ്റുപെറുക്കി എല്ലാം. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നഷ്ടപ്പെടുന്ന 100 മടങ്ങ് കർത്താവ് എല്ലാം മടക്കി തന്നു. കർത്താവ് എല്ലാം മടക്കി തന്നു. ഏതൊക്കെ മേഖലയിൽ ശത്രു വെല്ലുവിളിച്ചോ ആ മേഖലയിലെല്ലാം കർത്താവ് മുന്നേറ്റം തന്ന് കർത്താവ് നടത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് വേണം നമുക്ക് പറയാം. ഹല്ലേലൂയ. നമ്മൾ പിടിച്ചു നിൽക്കുമോ? പ്രതിസന്ധിക്കകത്ത് ശത്രു നമുക്കെതിരെ കടന്നു വരുമ്പോൾ പിടിച്ചു നിൽക്കുമോ? ഇതൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് ശോധനകൾ ഉണ്ടാവും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ദൈവം തന്റെ മഹത്വത്തോടെ നമ്മിലേക്ക് വെളിപ്പെട്ട് നമ്മളെ അവരുടെ പദ്ധതിയിൽ ശക്തിയോടെ മുന്നോട്ട് നമ്മെ നടത്താൻ തുടങ്ങും. ആമേൻ. വളരെ വ്യക്തമാണ്. ഒരു വ്യക്തി പൈശാചിക മണ്ഡലങ്ങളെ ഭേദിച്ച് കർത്താവിങ്കിലേക്ക് കടന്നു വരുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് വലിയ നഷ്ടമുണ്ടാകും. സ്വർഗത്തിലെ ദൈവത്തിന് അത് വലിയ ലാഭമാണ്. എന്നാൽ ആ ഒരു നേട്ടത്തിൽ സ്വർഗം സന്തോഷിക്കുമ്പോൾ മറുവശത്ത് തീർച്ചയായിട്ടും അതിന് വളരെ എതിർപ്പുകളും ശക്തമായ അറ്റാക്കും ആ വ്യക്തി അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാതെ കഷ്ടങ്ങളൊക്കെ സഹിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നതുകൊണ്ട് നഷ്ടങ്ങൾ ലാഭമാക്കി ഏറെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ കഷ്ടതകളിൽ നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. ഈ പരീക്ഷകൾ, ഈ പരിശോധനകൾ, ഈ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് അത് പൈശാചിക മണ്ഡലത്തിൽ നിന്നാണ്. നാം ദൈവത്തെ അറിയുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ശത്രുവിന് അതൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പുറകോട്ട് വലിക്കുന്നതായ ഇരുളിൻ്റെ ശക്തികളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ കൂടുതലും ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുകയാണ്, കൂടുതൽ അടുക്കുകയാണ് വേണ്ടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷെങ്കിൽ അത് സാമ്പത്തിക തകർച്ചയായിരിക്കാം, കുടുംബത്തിൽ നിന്നായിരിക്കാം, രോഗത്തിൽ കൂടിയായിരിക്കാം, നമ്മളുടെ പ്രിയപ്പെട്ടവരിലൂടെ ആയിരിക്കാം നമുക്കുണ്ടാകുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങൾ. എന്നാൽ ഒരു വ്യക്തി തിരിച്ചറിയണം, ഇതൊക്കെയും ഇരുളിൻ്റെ ശക്തികളുടെ സ്വാധീനമാണ്. ഒരിക്കലും ദൈവം എന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. എന്നെ ദൈവം വിളിച്ചതാണ്, വിശ്വസ്തനാണ് ആ ദൈവം. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കും. അത് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സ്നാനപ്പെട്ടതിന് ശേഷവുമായിരിക്കാം ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെങ്കിൽ വെന്റിലേറ്ററിൽ മരണം വിധിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട, ജീവൻ പോലും നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളായിരിക്കാം ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ അവിടെയും അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ, കർത്താവിൻ്റെ ദാസൻ 5 മാസവും ചില ദിവസങ്ങളും 27 ദിവസവും താൻ വെന്റിലേറ്ററിൽ താനെ വിധേയപ്പെട്ടു, അഡ്മിറ്റായിരുന്നു. അതീവ ഗുരുതരമായ രോഗത്തിലൂടെ കടന്നുപോയി. ലോകത്ത് ഒരു ചികിത്സയും ഇല്ലാതെ ശരീരം മുഴുവനും നിർജീവമായി ബലഹീനമായിരിക്കുന്ന ആ ഒരു തലത്തിൽ ഇനിയൊരു മടങ്ങി വരവില്ല. മുടക്കാവുന്ന കാശുകൾ മുഴുവനും മുടക്കി, കൊണ്ടുപോകാവുന്ന എല്ലാ ആശുപത്രികളിലും കൊണ്ടുപോയി, ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തു. എല്ലാ കരങ്ങളും മലർത്തിയപ്പോൾ അരികിലേക്ക് ഇറങ്ങി വന്ന് ആ മുഖത്ത് നോക്കി, നിങ്ങൾ കേട്ടല്ലോ, ശ്രദ്ധിച്ച് കാണുന്നു വിശ്വസിക്കുന്നു, 6 സെന്റിമീറ്റർ അകലത്തിൽ നിന്നുകൊണ്ട് മുഖത്തേക്ക് ഊതിയപ്പോൾ ആ ജീവൻ തിരിച്ച് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. ആ നഷ്ടപ്പെട്ട നിർജീവമായ ബലഹീനമായ അസ്ഥി, മജ്ജ, മാംസ, പേശി, നാഡി വ്യൂഹങ്ങളൊക്കെ
ജീവസുറ്റതായി, ബലം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, ഊർജം പ്രാപിച്ച് കൈകാലുകളിലൂടെ ആ രക്തയോട്ടം പുനഃസ്ഥാപിക്കപ്പെടുന്നു, ജീവൻ പുനഃസ്ഥാപിക്കപ്പെടുന്നു, കണ്ണുകൾ തുറക്കുന്നു. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഇടപെടലല്ലാതെ പിന്നെന്താ? വൈദ്യശാസ്ത്രം, ഡോക്ടർ പറഞ്ഞു, നമ്മൾ കേട്ടല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞതൊക്കെ, അവർ കൈമലർത്തിയതാണ്. പക്ഷെ ദൈവമാണ് ഈ അത്ഭുതം ചെയ്തത് എന്ന് ഏതൊരു വ്യക്തിക്കും ആമേനെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ വ്യക്തമായി നമ്മുടെ കണ്ണിന് മുൻപിൽ ഈ സാക്ഷി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവാവേ, യുവതി, നിങ്ങൾ കടന്നു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ നിങ്ങളുടെ കിടക്കമേൽ, നിങ്ങളുടെ ഹോസ്പിറ്റൽ, നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് ഇടപെടുവാൻ അവസരമുണ്ടാകേണ്ടതിന് നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവേ, അങ്ങനെ തൊടണമേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങൻ്റെ അരികിലേക്ക് ഇറങ്ങി വരണമേ, അങ്ങൻ്റെ കരം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ഒരു പക്ഷെങ്കിൽ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്ത വ്യക്തിയായിരിക്കാം, കരങ്ങൾ ഉയർത്തുവാൻ കഴിയാതെ വണ്ണം തളർന്നു കിടക്കുന്ന വ്യക്തിയായിരിക്കാം. അല്പമെങ്കിലും ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ, സുബോധമുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തി, വിശ്വസിക്കുന്നവരുടെ മേൽ ഇറങ്ങി വ്യാപരിക്കുന്ന ദൈവിക സൗഖ്യം, വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവിക സന്തോഷം നിങ്ങളുടെ മേൽ വരുന്നു. നിങ്ങളിരിക്കുന്നിടത്ത്, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ, ആമേൻ, നിങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം നിങ്ങളുടെ മുൻപിൽ നീട്ടുന്നു. ആരൊക്കെ ഈ പ്രാർത്ഥനയ്ക്കായി തയ്യാറാകും? നിങ്ങളെത്ര പേര്, ആരൊക്കെ ഈ നിമിഷം ഞങ്ങളെ കേൾക്കുമ്പോൾ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, മതം, ജാതി, ഭാഷ, സംസ്കാരം ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് തടസ്സമല്ല. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരും ആത്മീയ ചൈതന്യം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് ജീവന് ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധ്യമജ്ജകളെയും വേർപിടിക്കുമ്പോൾ തുളച്ചു ചെല്ലുന്നതുമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ആമേൻ, ഈ പ്രാർത്ഥനയിലൂടെ വ്യക്തികളിലേക്ക് ഇറങ്ങി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോദ് തോമസ് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കും. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാണ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ കടന്നുപോയതുപോലെ സങ്കടങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, മനോവ്യസനത്തിലൂടെ, സാമ്പത്തിക തകർച്ചയിലൂടെ ഒക്കെ ജീവിതത്തിന്റെ വിവിധ നിരകളിൽ ഉള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ആണല്ലോ കർത്താവ് ഈ വ്യൂവിനകത്തിനുള്ളത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരായിരിക്കുന്ന ഇടത്തേക്ക് കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നിന്റെ ജനത്തിന്മേൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിശേഷമായ സ്പർശനം അവർ ജീവിതത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. എന്നെ ഇറങ്ങി വന്ന് തൊട്ട് സൗഖ്യമാക്കിയ കർത്താവിന്റെ സ്പർശനം ഇപ്പോൾ ഈ പ്രാമൻ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേലും ഞങ്ങൾ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. അസാധാരണമായ സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വരട്ടെ, അസാധാരണമായ അത്ഭുതങ്ങൾ ഇപ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് അവിടുന്ന് കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആത്മികമായ ഒരു പടിയുടെ കർത്താവിനോട് അടുക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അരോമ മിനിസ്ട്രിയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു എല്ലാ വിധത്തിലും. കർത്താവെ, അനേകർക്ക്, ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് നിന്റെ മക്കൾ ഒരു ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. അവിടുന്ന് കർത്താവ് അത് ചെയ്തതിനായി നന്ദി. പ്രാർത്ഥനകളെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോദ് തോമസ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, അനുഭവങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദാസനെയും കുടുംബത്തെ, ശുശ്രൂഷകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ
ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തൂ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com